റോഡ് സൈഡിൽ ഒരു മാവിൻ്റെ മുകളിൽ ഒരു നല്ല പഴുത്ത മാങ്ങ, നല്ല പഴുത്തും മഞ്ഞ ചുവന്ന കളറിൽ ഒരു മാങ്ങ നിൽക്കുന്നു. വയലാറിന് അത് കഴിക്കണം, കഴിച്ചേ പറ്റും. അപ്പോൾ ഈ അന്ന് എല്ലാവരും അടുപ്പമുള്ളവർ വയലാറിനെ കുട്ടാന്നാണ് വിളിക്കുന്നത്. കുട്ടൻ പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. PN മേനോൻ വയലാറിനെ ഓർമ്മിപ്പിച്ചത്, കുട്ട ഇന്ന് ദേവരാജൻ മാഷിൻ്റെ പാട്ട് കൊടുക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പാട്ടൊന്നും എഴുതിയില്ലല്ലോ. തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അയ്യോ ഞാനും മറന്നുപോയി. പാസിംഗ് ഷോ സിഗരറ്റിൻ്റെ പിന്നെ കവറെടുത്ത്, സിഗരറ്റ് ബാക്കി എടുത്ത് പോക്കറ്റിട്ടിട്ട് ആ കവറെടുത്ത് കീറി പിന്നെ അംബാസഡർ കാറിൻ്റെ പുറത്ത് വെച്ച് നിമിഷങ്ങൾ കൊണ്ട് എഴുതിയതാണ് പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോത്പലമിഴി നീലോത്പലമിഴി നീ മാത്രം എന്തേ ഉറങ്ങിയില്ല. ഫിലിം മാഗസിൻ, കലാകൗമുദി ഫിലിം മാഗസിന് ഈ ലേഖനം അയച്ചു കൊടുത്തു. ഈ ലേഖനം അച്ചടിച്ചു വന്നു എന്ന് മാത്രമല്ല, അത് വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു വന്നു. പിന്നെ ഗാനരചയിതാക്കൾ വളയമില്ലാത്ത ചാട്ടം തുടങ്ങിയിട്ട് കാലം കുറച്ചായി, അതിനെതിരെ ആദ്യത്തെ പ്രതികരണം എന്നൊക്കെ പറഞ്ഞ് പത്രാധിപർ, അന്ന് എസ് ജയചന്ദ്രൻ നായർ സാറും NRS ബാബുവാണ്. MS മണി സാറിൻ്റെ പേര് അച്ചടിക്കുമെങ്കിലും അവർ രണ്ടുപേരുമായിരുന്നു ഇതിൻ്റെ പത്രാധിപന്മാർ. നെല്ലിക്ക തളം വയ്ക്കേണ്ട നിരൂപകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പിന്നെ അതിനൊരു മറുപടി എഴുതി. കടലാസ് പൂക്കളെ ക്ഷമിക്കൂ എന്നായിരുന്നു എൻ്റെ ഹെഡിങ്. ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമ എല്ലാവരും പുകഴ്ത്തി പറയുന്നു, എല്ലാവരും ഞാനും കണ്ടതാണത്. പക്ഷേ അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നിരന്തരം കൊലപാതകങ്ങളാണ്. ആടുജീവിതം നല്ല സിനിമയാണെന്ന് പറയുന്നു, പക്ഷേ അതിനകത്ത് ഈ ബ്ലസ്സി കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് അതിനായിട്ട് ലാഗ് ചെയ്തു. മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ 1938 ഒന്നാമത്തെ ശബ്ദചിത്രം ബാലൻ പ്രദർശനത്തിന് വന്നെങ്കിലും അതുമുതൽ 1954 വരെ ആ കാലയളവിൽ വന്ന പല പാട്ടുകൾക്കും സ്ഥായിയായി നിലനിൽപ്പില്ല. മലയാളത്തിലെ പ്രഥമ ശബ്ദചിത്രം വരുന്നത് 1938 ബാലൻ. അതിൽ 23 പാട്ടുകളുണ്ടായിരുന്നു. തുടർന്നിങ്ങോട്ട് ജ്ഞാനാംബിക, പ്രഹ്ലാദ, നിർമ്മല, ഇങ്ങനെ ധാരാളം ചിത്രങ്ങൾ വന്നെങ്കിലും ആ പാട്ടുകൾക്കൊന്നും നിലനിൽപ്പില്ല. അതിന് കാരണം അവയുടെ സംഗീതവും രചനയും അനുകരണ ജടിലമായിരുന്നു എന്നതാണ്. അക്കാലത്ത് ഇറങ്ങിയ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പിറങ്ങിയ ഹിന്ദിയിലെയും തമിഴിലെയും തെലുങ്കിലെയും ഒക്കെ പാട്ടുകളുടെ ഇണങ്ങൾക്കനുസൃതമായി മലയാളത്തിൽ വരികളടുക്കി ഉണ്ടാക്കിയ പാട്ടുകളായിരുന്നു. കൃത്രിമത്വത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു ആ പാട്ടുകളിൽ നിറഞ്ഞു നിന്നത്. പക്ഷേ അതിനെല്ലാം ഒരു മാറ്റം വരുന്നത് 1954 നീലക്കുയിൽ എന്ന ചിത്രം വരുന്നതോടെയാണ്. രചനയായിരുന്നാലും സംഗീതമായിരുന്നാലും ആലാപനമായിരുന്നാലും മികവുറ്റത്. ഇന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആ പാട്ടുകൾക്ക് നിലനിൽപ്പുണ്ട് എന്നത് തന്നെ വലിയ കാര്യമാണ്. അതിലേത് പാട്ടും മലയാളിക്ക് ഇണങ്ങുന്നതാണ്, മലയാള മണ്ണിനോട് ഇണങ്ങുന്നതാണ്. കെ രാഘവൻ്റെ സംഗീതം മലയാള മണ്ണിന് യോജിക്കുന്ന, അല്ലെങ്കിൽ മലയാളികളുടെ സംസ്കാരത്തിന് യോജിക്കുന്ന. പി ഭാസ്കരൻ്റെ വരികൾ അത്യന്തം ലളിതമാണ്. എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ എന്ന മട്ടിൽ നീലി പാടുന്ന വളരെ ലളിതമായ പാട്ട്. അത് ഏത് പാട്ടെടുത്താലും, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വലകളിക്കിയ സുന്ദരിയെക്കുറിച്ചുള്ള പാട്ടായാൽ പോലും വളരെ ലളിതമായ വരികളിലൂടെ ഒരു ആശയ സാമ്രാജ്യം, അല്ലെങ്കിൽ ആശയത്തിൻ്റെ വലിയ ഒരു സവിധം തന്നെ നമുക്കൊരുക്കി തന്നു പി ഭാസ്കരൻ. അവിടെയാണ് ആ പാട്ടുകളുടെ വിജയം. മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത് നീലക്കുയിൽ മുതലാണ് എന്ന് പലരും പറയുന്നതിന് കാരണം അതാണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന സംഗീതവും സാഹിത്യവും പുതുമയാർന്ന രീതിയിൽ, പക്ഷേ അന്നത്തെ പുതുമ വളരെ നിലനിൽക്കുന്നതായിരുന്നു, സ്ഥായിയായ പുതുമയായിരുന്നു. അങ്ങനെ വേണം പുതുമ കൊണ്ടുവരാൻ. അല്ലാതെ താൽക്കാലികമായ ഒരു പുതുമ മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക്, ഇക്കാലത്തെ പല പാട്ടുകൾക്കും ഈ പിറക്കും മുമ്പേ അത് നശിക്കുന്ന അല്ലെങ്കിൽ കൊഴിയുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള പുതുമയല്ല നമുക്ക് ആവശ്യം. കാരണം നീലക്കുയിൽ പോലെ
അല്ലെങ്കിൽ അതിനുശേഷം വന്ന വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന പാട്ടുകൾ, പി ഭാസ്കരൻ, ബാബുരാജ് കൂട്ടുകെട്ടുകൾ പിറന്ന പാട്ടുകൾ, അങ്ങനെ ധാരാളം കൂട്ടുകെട്ടുകൾ മലയാളത്തിലുണ്ടായി. ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ കൂട്ടുകെട്ട്, എന്തിന് അധികം പാട്ടുകൾ ചെയ്യാത്ത പുകഴേന്തി, ബി എ ചേമ്പരനാഥ്, അങ്ങനെയുള്ള സംഗീത സംവിധായകരുടെ പാട്ടുകൾ പോലും ഒന്നിനൊന്ന് മികച്ചതായി മാറി. ഇപ്പോൾ ബി എ ചേമ്പരനാഥിൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹം ഉറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരിക്കൽ കരയുന്നോ പുഴ ചിരിക്കുന്നു, മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ഒരു പ്രണയഭംഗ ഗാനമാണത്. ധാരാളം പ്രണയഭംഗ ഗാനങ്ങൾ മലയാളത്തിൽ പിറന്നിട്ടില്ല. പക്ഷേ വയലാറിൻ്റെയാണ് വാസ്തവത്തിൽ ആ തരത്തിലുള്ള പാട്ടുകൾ. പ്രേമഭിക്ഷുകി, സുമംഗലി നീ ഓർമ്മിക്കുമോ, സന്യാസിനി, ഇങ്ങനെ 3-4 പാട്ടുകൾ അദ്ദേഹത്തിൻ്റേതായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭാസ്കരൻ മാഷിൻ്റെ ഈ ഒറ്റ ഗാനം, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ എന്ന ഒറ്റ പാട്ട് ഈ 3 പാട്ടുകൾക്കും ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെ. അല്ലെങ്കിൽ ഹൃദയം, പിന്നെ ഒരു ദേവാലയം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയ മംഗളം നേരുന്നു ഞാൻ, സുമംഗലി മംഗളം നേരുന്നു ഞാൻ എന്ന ദേവരാജൻ മാഷ് ട്യൂൺ ചെയ്ത പാട്ട്, ഇതൊക്കെയാണ് മലയാളത്തിൻ്റെ നിലനിൽക്കുന്ന പാട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾക്ക് വേണ്ടിയാണ് ആളുകൾ കാത്തിരിക്കുന്നത്, സാധാരണ ആസ്വാദകർ കാത്തിരിക്കുന്നത്. സംഗീതത്തിൻ്റെ ഗുണവും സാഹിത്യത്തിൻ്റെ ഗുണവും ഒരുമിച്ച് ചേരുമ്പോഴാണ്. എന്നോട് ദേവരാജൻ മാഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനോട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരന്തരം പോവുകയും അദ്ദേഹം എൻ്റെ വീട്ടിൽ 5-6 തവണ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരിക്കൽ സ്വകാര്യമായി ഞാൻ ചോദിച്ചു, മാഷെ, ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിനാണോ സംഗീതത്തിനാണോ മുൻതൂക്കം കൊടുക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായും സാഹിത്യത്തിനാണ്. 51% സാഹിത്യവും 49% സംഗീതവും ആയാൽ മാത്രമേ ആ പാട്ട് വിജയിക്കുകയുള്ളൂ എന്നൊരു വലിയ സാരസ്വത രഹസ്യം. അതായത് കലയിൽ ഇങ്ങനെയൊക്കെ വേണം എന്ന്. അദ്ദേഹത്തെ പോലെ ഒരു സംഗീത സംവിധായകൻ, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സംഗീത സംവിധായകരുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതാണ്. അദ്ദേഹം പറഞ്ഞത്, വയലാറിൻ്റെയും ഭാസ്കരൻ്റെയും ഒ എൻ വിയുടെയും ഒക്കെ വരികൾ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ആ വരികളുടെ സാഹിത്യ ഭംഗി എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചില പാട്ടുകൾ ആ വരികൾ കിട്ടുമ്പോൾ തന്നെ, വായിക്കുമ്പോൾ തന്നെ അതിനകത്തെ ആശയം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് ആലോചിച്ച് ഞാൻ ഏറെ ദിവസങ്ങൾ തലപുകച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്നത് അവയ്ക്ക് ഒരു തലോടൽ പോലെ, അതായത് പൂ കൊണ്ടുള്ള ഒരു തലോടൽ പോലെ സംഗീതം ഒരുക്കുകയാണ് ചെയ്തത്. മോഹനരാഗമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരം. ആ മോഹനരാഗത്തിലൊരിക്കൽ പല പാട്ടുകളും നോക്കുമ്പോൾ അറിയാം, വെറുതെ ഇങ്ങനെ ഒരു ഇപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി എന്ന നീയത്ര ധന്യയിലെ പാട്ട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർമോണിയത്തിൻ്റെ മുകളിലിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒ എൻ വി സാറിൻ്റെ മനോഹരമായ കൈപ്പട ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നതായതുകൊണ്ട് ഞാൻ ചോദിച്ചു, പക്ഷേ ഒ എൻ വി സാറുമായിട്ട് വീണ്ടും ഒരുമിക്കുകയാണോ എന്ന് ചോദിച്ചു. അവർ 8 വർഷത്തോളം പിണങ്ങിയിരുന്നു. ആ പിണക്കം മാറ്റി അവരെ വീണ്ടും ഒരുമിപ്പിച്ചത് ജേസിയാണ്. നീയത്ര ധന്യ എന്ന് പറയുന്നത്. നീയത്ര ധന്യ എന്ന് പറയുന്ന സിനിമ തന്നെ ഒ എൻ വി സാറിൻ്റെ നിശാഗന്ധി എന്ന കവിതയെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ്. അതിൽ നിശാഗന്ധി എന്ന കവിത ഗാനമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് മാധുരി പാടി. അപ്പോൾ ഈ വരികൾ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന്. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചു, ദേവരാജ മാഷ് ഒ എൻ വി സാർ എഴുതിയ വരികളല്ലേ എന്ന്. അപ്പോൾ അതേ എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിലാണ് അത് എഴുതിയിരിക്കുന്നത്. പറയുക മാത്രമല്ല, ഹാർമോണിയത്തിൻ്റെ മുകളിലിരുന്ന പേനയെടുത്ത് അദ്ദേഹം വെറുതെ എന്നുള്ള ഭാഗം ഒന്ന് അടിയിൽ വരച്ചു. അടിയിൽ വരച്ചിട്ട് എന്നോട് പറഞ്ഞു, കണ്ടില്ലേ, ഒ എൻ വി വെറുതെ എന്ന് എഴുതിയിരിക്കുന്നു. അത് വെറുതെ എഴുതുന്നതല്ല. ഒ എൻ വിക്ക് വെറുതെ എന്ന വാക്ക് അങ്ങനെ വെറുതെ ഉപയോഗിക്കുന്ന ആളല്ല അദ്ദേഹം. കാരണം അതിൻ്റേതായ സവിശേഷതയുണ്ട്. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. അവിടെ വെറുതെയുടെ ഒരുപാട് പ്രയോഗങ്ങൾ കാണാം. പക്ഷേ ഓരോ വെറുതെക്കും അതിൻ്റേതായ അർത്ഥമുണ്ട്. ഈ വെറുതെ എന്ന ഭാഗം എനിക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതിനു വേണ്ടിയാണ് ഞാൻ 2 ദിവസം കൊണ്ട് ഊണും ഉറക്കവും അണച്ച് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തമാശയ്ക്ക് മാഷിനോട് പറഞ്ഞു, മാഷേ, ബ്രഹ്മാവിനാണോ ആയുസ്സിന് പഞ്ഞം, അതുകൊണ്ട് മാഷിനിത് ഈസിയായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ വീട്ടിൽ ഫോണില്ല. അടുത്ത വീട്ടിലെ ലാൻഡ് ഫോണിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താൻ നാളെ തരങ്കണിയിലോട്ട് വാ, ഞാൻ ആ പാട്ട് മെരുക്കിയെടുത്തു, ആ വരികൾ മെരുക്കിയെടുത്തു,
അവിടെ നാളെ അതിൻ്റെ റെക്കോർഡിംഗാണ് കേൾക്കാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തരങ്കണി ചെന്നപ്പോൾ കൺസോളിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ പിടിച്ചിരുത്തുകയും അപ്പോഴാണ് ആ പാട്ട് യേശുദാസാണ് പാടുന്നതെങ്കിൽ യേശുദാസ് അല്ല, അന്ന് ട്രാക്കാണ് പാടിയിരുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് തരങ്കണിയിൽ സ്ഥിരമായി ട്രാക്ക് പാടിയിരുന്ന ഒരു ഗായകനുണ്ട്, അദ്ദേഹമാണ് പാടിയത്. അദ്ദേഹം അത് പാടുകയൊക്കെ ചെയ്തു. പാടിയപ്പോൾ ഈ പല്ലവി പാടുന്ന തരത്തിലല്ല, വെറുതെ പല്ലവി ആവർത്തിക്കുമ്പോൾ ആ വെറുതേക്ക് അദ്ദേഹം ഒരു സംഗതി, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. ആ സംഗതി കൊടുത്തത് ദേവരാജൻ മാഷിന് മാത്രമേ പറ്റുള്ളൂ. കാരണം അതാണ് ദേവരാജൻ മാഷിൻ്റെ ഒരു ഗുണം. അതല്ലെങ്കിൽ സംഗീതം അങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ കൊണ്ട് പറയിക്കുന്ന തരത്തിൽ അത് അത്ര മികച്ചതായി. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് കണ്ണി വെച്ചു. അദ്ദേഹം അങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കോപം കൊണ്ട് എന്നോട് എന്തെങ്കിലും പറയുമെന്ന്. പക്ഷെ ഒന്നും മിണ്ടിയില്ല, അദ്ദേഹം ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. അത്രയ്ക്ക് ഞാൻ അറിയാതെ ചെയ്തു പോയ ഒരു പ്രവൃത്തിയാണ്. കാരണം എന്നെ വിസ്മയാധീനനാക്കിയ ഒരു പ്രവൃത്തിയാണ്. കാരണം ആ വെറുതെ എന്ന ഭാഗം ഇന്നത്തെ ഒരു സംഗീത സംവിധായകൻ, ഞാൻ വെല്ലുവിളിച്ച് തന്നെ പറയുന്നു, ഒരു സംഗീത സംവിധായകൻ ഇന്നിപ്പം കൊടികെട്ടിയ സംഗീത സംവിധായകരെന്ന് അവകാശപ്പെടുന്നവർ പോലും ഇനി 7 ജന്മം ജനിച്ചാൽ അതുപോലൊരു ഭാഗം ചിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അവർക്കൊക്കെ ഒരു 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 റെഡിമെയ്ഡ് ട്യൂൺ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ വരികളുടെ ഉള്ളിലേക്ക്, ആശയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ പിന്നെ എന്താ പറയുന്നത്, അതിൻ്റെ ഉള്ള് മനസ്സിലാക്കി സംഗീതം നൽകാൻ ദേവരാജൻ മാഷിനെ പോലെ മറ്റൊരാളില്ല എന്നതാണ് പരമാർത്ഥം. വയലാറും ദേവരാജനും ഒരുമിച്ചപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പിന്നെ യേശുദാസും, അങ്ങനെ 3 പേരുടെ ഒരു സംഗമം വന്നപ്പോൾ പാട്ടുകൾക്ക് അതിൻ്റേതായൊരു സൗന്ദര്യം വന്നു. കാരണം വയലാർ എഴുതി കൊടുക്കുന്ന വരികൾ കുറേയൊക്കെ അദ്ദേഹം ഗദ്യജടിലമാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി, അത്രയും വരെ ഗദ്യമാണ്. അവസാനത്തെ വരിയിൽ മാത്രമേ കവിതയുള്ളൂ. മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. ആ മനസ്സ് പങ്കുവച്ചു എന്നുള്ളിടത്താണ് വാസ്തവത്തിൽ ശരിക്കും കവിതയുള്ളത്. മണ്ണ് പങ്കുവയ്ക്കുന്നതെന്ന് പറയുന്നതും ശരിയാണ്, മനസ്സ് പങ്കുവച്ചു. പക്ഷെ ആ ഗാനം ദേവരാജൻ മാഷ് ട്യൂൺ ചെയ്തേക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന രീതിയിലല്ല. അതിനെ ഒരു ഗാനത്തിൻ്റെ സ്വഭാവത്തിലേക്ക് അദ്ദേഹം മാറ്റുകയും യേശുദാസിൻ്റെ സുവർണനാദം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ശബ്ദത്തിൽ അദ്ദേഹം പാടി അനശ്വരമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ പാട്ട് കേട്ടപ്പോൾ അന്ന് അവാർഡ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിരുന്ന അമൃത പ്രീതം അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കണ്ടിട്ട് ഇത് ഒരു വ്യക്തി എഴുതിയ പാട്ടായിരിക്കില്ല, പരമ്പരാഗതമായ ഗാനമായിരിക്കും എന്ന് പറയുകയും അന്ന് ദ്വിഭാഷിയായി നിന്നത് ഭാഗ്യം കൊണ്ട്, വയലാറിൻ്റെ ഭാഗ്യം കൊണ്ട്, മലയാളികളുടെ ഭാഗ്യം കൊണ്ട്, ഒരു ജവഹർ നഗറിൽ താമസിക്കുന്ന ഒരു മലയാളി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല, വയലാർ രാമവർമ്മ എന്നൊരു കവി ആണ് ഇതെഴുതിയത്. അദ്ദേഹം സർഗസംഗീതവും എനിക്ക് മരണമില്ല പോലുള്ള ഒന്നാന്തരം കവിതകൾ എഴുതിയ വ്യക്തിയാണ്, ഒരുപാട് നല്ല ഗാനങ്ങൾ എഴുതിയ വ്യക്തിയാണെന്ന് പറയുകയും അങ്ങനെ അവർ അന്ന് ഏകകണ്ഠമായി ആ പാട്ടിന് മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം കൊടുക്കുകയാണ് ചെയ്തത്. അതൊക്കെയാണ് വാസ്തവത്തിൽ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചരിത്രമൊന്നും ഇന്നത്തെ പാട്ടുകൾക്കുണ്ടാകുന്നത്. ഇന്ന് കൂണുകൾ പോലെ പാട്ടുകൾ വരുന്നു, അടുത്ത നിമിഷം പിറ്റേ ദിവസം പോലും ആകുന്നില്ല, അതിനു മുമ്പേ തന്നെ ആ പാട്ട് നശിക്കുന്നു. ഞാനൊരു പാട്ടും പറയുന്നില്ല, കാരണം ഒരു പാട്ടും നമുക്ക് വായിൽ കൊള്ളുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന, ഞാൻ പാടാൻ കഴിവുള്ള ആളല്ല. എന്നോടൊരിക്കൽ ഇതുപോലെ ഒരു കൂടിക്കാഴ്ച എന്നോട് ചോദിച്ചു, അടുത്ത ജന്മം ആരായി ജനിക്കണമെന്നൊക്കെ എന്നോടത് ചോദിച്ചു. ഞാൻ വളരെ നിസാരനായ ഒരാളാണ് ഞാൻ. പക്ഷേ എങ്കിലും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത ജന്മമെങ്കിലും യേശുദാസായി ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. കാരണം നമുക്കിപ്പം ആഗ്രഹിക്കാൻ ഒരു കപ്പം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ അറിയാതെ, അല്ലെങ്കിൽ നമ്മൾ പാടാൻ ഒരു കഴിവുമില്ലാത്ത, താളബോധം ഉള്ളിൽ മാത്രമുള്ളവർക്ക് പോലും നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു കുടിക്കുമ്പോഴെങ്കിലും, കുളിമുറി കഴിയുമ്പോഴെങ്കിലും നമ്മളറിയാതെ നമ്മൾ പാടിപ്പോകുന്ന ചില പാട്ടുകളുണ്ട്. ആ പാട്ടുകളാണ് നമ്മുടെ മലയാളികൾക്ക് എന്നും നല്ല മികച്ച സംഭാവനകളായി നിൽക്കുന്നത്. നോക്കൂ, ഇപ്പം ദേവരാജൻ മാഷിൻ്റെ, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ, ബാബുരാജിൻ്റെ, കെ രാഘവൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ നമ്മൾ ആവർത്തിച്ച് മൂളിക്കൊണ്ടേയിരിക്കും, നമ്മുടെ മനസ്സിൽ വന്ന് ഇങ്ങനെ അലയടിച്ചു കൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞ നീലക്കുയിലിലെ പാട്ടുകൾ തന്നെ, ഏത് പാട്ടെടുത്ത് നോക്കൂ, അതിലെ എത്ര പാട്ടുകളുണ്ട്. ഏത് പാട്ടെടുത്താലും അതിൻ്റേതായ ഒരു ഗുണമുണ്ട്. എങ്ങനെ നീ മറക്കും കുയിലേ എന്ന് പറയുന്ന പാട്ട്, അല്ലെങ്കിൽ പട്ടുകുപ്പായക്കാര, കുയിലിനെ തേടി കൊതിച്ചുപായും മാരാ ആ പട്ടുകുപ്പായക്കാര എന്നൊക്കെ ഭാസ്കരൻ മാഷ് വെറുതെ എഴുതിയതല്ല. കാരണം അന്ന് ശ്രീധരൻ മാസ്റ്റർ എന്ന് പറയുന്ന സത്യൻ അവതരിപ്പിച്ച ആ കഥാപാത്രം
ടെർലിൻ ഷർട്ട് ഇട്ടാണ്. ടെർലിൻ എന്ന് പറയുന്ന തുണി ഇറങ്ങിയ കാലത്ത് വന്ന പടമാണത്, 1954. ടെർലിൻ കൊണ്ടുള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ദളിത് പെൺകുട്ടിയായ നീലിക്ക് അത് സങ്കല്പത്തിനും അതീതമാണ്. അവളെ സംബന്ധിച്ചിടത്തോളം വെറും കോട്ടൺ ചീട്ടി തുണി കൊണ്ട് മാത്രമേ വസ്ത്രം ധരിക്കാൻ സാമ്പത്തികമായി സാധിക്കുന്നുള്ളൂ. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇദ്ദേഹം ഇട്ടിരിക്കുന്നതെല്ലാം പട്ടുകുപ്പായമാണ്. അപ്പം പട്ടുകുപ്പായക്കാര എന്ന് ഭാസ്കരൻ മാഷ് എഴുതിയത് വെറുതെ എഴുതി, ആ സിനിമയുടെ സന്ദർഭവും ആ കഥാപാത്രത്തിൻ്റെ മൊത്തത്തിലുള്ള വിലയിരുത്തലുമാണ് ആ ഒറ്റ പ്രയോഗത്തിലൂടെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ കൊണ്ടുവരാൻ അന്നത്തെ ഗാനരചയിതാക്കൾക്ക് സാധിച്ചു. ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ഇതുപോലെ. ഇപ്പം പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപ്പലമിഴി നീലോൽപ്പലമിഴി നീ മാത്രം എന്തേ ഉറങ്ങിയില്ല എന്ന തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയിലെ പാട്ട്. ഈ സിനിമയിലെ പാട്ട് വയലാർ ഒരു പൊതുനിരത്തിൽ നിന്നാണ് എഴുതിയതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എറണാകുളത്തു നിന്ന് കൊല്ലത്തേക്ക് എസ്.കെ. നായരും പി.എൻ. മേനോനും വയലാറും എല്ലാം കൂടെ വരുന്ന സമയത്ത് ഒരു ഉച്ച സമയത്ത് ഊണ് കഴിച്ചിട്ട് കാറിൽ, അംബാസഡർ കാറേ ഉള്ളൂ എന്ന്, അംബാസഡർ കാർ ഡ്രൈവറുടെ ഇടതുവശത്തായിട്ടാണ് വയലാർ രാമവർമ്മ ഇരിക്കുന്നത്, പുറകുവശത്ത് എസ്.കെ. നായരും പി.എൻ. മേനോനും. അവർ ചാരിക്കിടന്ന് ഉറങ്ങുകയായിരുന്നു. വയലാർ പക്ഷേ ഉറങ്ങുന്നില്ല, അദ്ദേഹം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കവിക്കെപ്പോഴും അങ്ങനെയാണല്ലോ, കവി പ്രകൃതിയിൽ വിലയം പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളായിരിക്കും. അദ്ദേഹം പ്രകൃതി ഭംഗി പെട്ടെന്ന് ഡ്രൈവറുടെ കയ്യിൽ പിടിച്ചിട്ട് ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുമ്പോൾ അതിൻ്റെ ആഘാതം കൊണ്ട് പുറകെ ഇരുന്നവർ, മയക്കത്തിലായിരുന്നവർ ഉണർന്നു. എന്താണ് വിവരമെന്ന് അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്ത് റോഡ് സൈഡിൽ ഒരു മാവിൻ്റെ മുകളിൽ ഒരു നല്ല പഴുത്ത മാങ്ങ, നല്ല പഴുത്തും മഞ്ഞ ചുവന്ന കളറിൽ ഒരു മാങ്ങ നിൽക്കുന്നു. വയലാറിന് അത് കഴിച്ചേ പറ്റും. അപ്പോൾ ഈ അന്ന് എല്ലാവരും അടുപ്പമുള്ളവർ വയലാറിനെ കുട്ടാന്നാണ് വിളിക്കുന്നത്. കുട്ടൻ പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. ഉടനെ തന്നെ എസ്.കെ. നായർ അവിടെ മാവിൽ കയറി ആ മാങ്ങ പറിക്കാനായിട്ട് ഒരാളെ അന്വേഷിച്ച് പോകുമ്പോഴാണ് പി.എൻ. മേനോൻ വയലാറിനെ ഓർമ്മിപ്പിച്ചത്, കുട്ട ഇന്ന് ദേവരാജൻ മാഷിനെ പാട്ട് കൊടുക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പാട്ടൊന്നും എഴുതിയില്ലല്ലോ. തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അയ്യോ ഞാനും മറന്നുപോയി. ഇവർ ഇങ്ങനെ ഈ പലതും പറഞ്ഞ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ഈ എസ്.കെ. നായർ അന്വേഷിച്ച് പോയ ആളുമായിട്ട് വരാൻ താമസിച്ചപ്പോൾ പേപ്പർ നോക്കിയപ്പം ഒരു വിജനമായ പ്രദേശം, പേപ്പർ ഇല്ല, പേന മാത്രമുണ്ട്, എന്ത് ചെയ്യും എന്ന് നോക്കിയപ്പോഴാണ് പി.എൻ. മേനോൻ്റെ പോക്കറ്റിൽ പാസിംഗ് ഷോ, അദ്ദേഹം അന്ന് വലിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന പാസിംഗ് ഷോ സിഗരറ്റാണ്. ഇത് പി.എൻ. മേനോൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഈ കഥയല്ല, നടന്ന സംഭവം. പാസിംഗ് ഷോ സിഗരറ്റിൻ്റെ കവറെടുത്ത്, സിഗരറ്റ് ബാക്കി എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് ആ കവറെടുത്ത് കീറി അംബാസഡർ കാറിൻ്റെ പുറത്ത് വെച്ച് നിമിഷങ്ങൾ കൊണ്ട് എഴുതിയതാണ് പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപ്പലമിഴി നീലോൽപ്പലമിഴി നീ മാത്രം എന്തേ ഉറങ്ങിയില്ല. ഇത് ദേവരാജ മാഷാണ് ട്യൂൺ ചെയ്തത്. ഞാൻ ദേവരാജ മാഷിനോട് ചോദിച്ചു, ഈ പാട്ട് ദേവരാജ മാഷ് ഇങ്ങനെ ഈ തരത്തിൽ ഇത് വളരെ ലോ പിച്ചിലാണ് ട്യൂൺ ചെയ്തേക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ, എന്നാൽ ഒരു മധ്യസ്ഥായിയിലും കേൾക്കാൻ പറ്റും എന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ട്യൂൺ ചെയ്തേക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ട്യൂൺ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ കഥ. ഈ നായകൻ ഒരു 2 നില വീട്ടിൻ്റെ മുമ്പിൽ ഒരു വശത്ത് റോഡിൽ നിൽക്കുകയാണ്. ഈ 2 നില വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ ഇങ്ങേയറ്റത്ത് റോഡ് സൈഡിലുള്ള ഒരു ജനാലയുടെ അടുത്താണ് നായിക കിടന്നുറങ്ങുന്നത്. അതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്, നായിക കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഈ നായിക കേൾക്കത്തക്ക തരത്തിലാണ് ഈ പാട്ട് പാടേണ്ടത്. എന്നാൽ ഉറക്കയായാൽ രാത്രി ആയതുകൊണ്ട് പലരും ഉണരും. അപ്പോൾ നായിക കേൾക്കുകയും വേണം, എന്നാൽ തീരെ ഉറക്കുകയാവരുത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരത്തിൽ ദേവരാജ മാഷ് വളരെ ശബ്ദം താഴ്ത്തി എന്നാൽ കേൾക്കുന്ന തരത്തിലും വയലാർ എഴുതിയ പാരിജാതം തിരുമിഴി തുറന്നു. എന്തിനാണ് തിരുമിഴി തുറന്നു എന്ന് എഴുതിയത്? പാരിജാതം തുറന്നു, അല്ലെ മിഴി തുറന്നു എന്ന് മതിയല്ലോ, പാരിജാതം മിഴി തുറന്നു. പക്ഷേ തിരുമിഴി എന്ന് അദ്ദേഹം പ്രയോഗിച്ചതിന്, ഇത് ഇന്ദ്രൻ്റെ നന്ദനോദ്യാനത്തിലെ പുഷ്പമെന്നൊരു സങ്കല്പമുണ്ട് പാരിജാതം, അതുകൊണ്ടാണ് തിരുമിഴി. കാരണം ദിവ്യമായ പുഷ്പമാണ്. നമ്മുടെ നാട്ടിലും പാരിജാതമുണ്ട്, ആ പാരിജാതം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദിവ്യമായ ഒരു പുഷ്പമാണ് പാരിജാതം. അതുകൊണ്ടാണ് തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപ്പലമിഴി, നീലോൽപ്പം കരിങ്കൂളമാണ്, നീലോൽപ്പലമിഴി നായിക സുന്ദരിയാണെന്ന് ആ നീലോൽപ്പലമിഴി എന്നുള്ള പ്രയോഗത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. നീ മാത്രം എന്തിനുറങ്ങി, അതാണ് ഈ പാട്ടിൻ്റെ ചോദ്യം, അതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അവസരം, പശ്ചാത്തലം ഒരുക്കുകയാണ് പാരിജാതം തിരുമിഴി തുറന്നു. പാരിജാതം എന്ന് പറയുമ്പം വെളുത്ത പൂവാണ്, ഒരു വർഷം മുഴുവൻ വെളുത്ത പൂ പുഷ്പിക്കുന്ന
ചെടിയാണ് പാരിജാതം. അപ്പോൾ ഈ രാത്രി പൂക്കുന്ന പല പൂക്കളും വെളുത്തതായിരിക്കും. നിശാഗന്ധിയായിരുന്നാലും മുല്ലയായാലും പിച്ചിയായാലും പാരിജാതമായി ഇതൊക്കെ വെളുത്ത പൂക്കളാവുന്നത് രാത്രിയാണ്. കാരണം ഈ വണ്ടുകൾക്കും ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ രാത്രി വെളുത്ത കളറായിരിക്കണമെന്നുള്ളതാണ് പ്രകൃതി നിയമം. അതാണ്. അപ്പോൾ പിന്നെ പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിളർന്നു നീലോൽപ്പഴമിഴി നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി എന്ന്. അത് വളരെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ സന്ദർഭത്തെ ഇതിനപ്പുറം ഇണക്കി ചേർക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പല പാട്ടുകളും നമ്മൾ വെറുതെ പറയുന്നതല്ല, കാരണം കാര്യകാരണ സഹിതം പറയാൻ പറ്റുന്ന പാട്ടുകളാണ് ഇവരെല്ലാം എഴുതിയിരിക്കുന്നത്. ഒ എൻ വി സാറിൻ്റെ പല പാട്ടുകളും അങ്ങനെയാണ്. പിന്നെ ഭാസ്കരൻ മാഷിൻ്റെ ഏത് പാട്ടും എടുത്ത് വേണമെങ്കിലും നോക്കാം. ഇപ്പോൾ പിന്നെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന യൂസഫ് അലി, ശ്രീകുമാരൻ തമ്പി, ഇവരെല്ലാം ഈ മലയാള സംഗീതത്തെ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ഗാന സാഹിത്യത്തെ ഉന്നതിയിലെത്തിക്കാൻ പരമാവധി ശ്രമിച്ചവരും അവരതിൽ വിജയിച്ചവരുമാണ്. അതേസമയം നമ്മൾ അതിനുശേഷം വന്ന ഗായകർക്ക് ഈ ഒരു നിലവാരത്തിലേക്കുള്ള പാട്ടുകൾ എഴുതാൻ സാധിച്ചില്ല. അവർ വെറുതെ വാക്കുകൾ കൊണ്ട് പിന്നെ ഇങ്ങനെ കസർത്ത് നടത്തുകയാണ് ചെയ്തത്. ഇപ്പോഴാണെങ്കിൽ അതുപോലുമില്ല. കാരണം എന്താണ് എഴുതുന്നത് എന്ന് അവർക്ക് തന്നെ അറിഞ്ഞില്ല. ആരടാ ഞാനടാ വാടാ കൂമ്പിനിടി പോരടാ കാണടാ കൂടാ മുട്ടനിടി അമ്പിളി ഇമ്പിളി ഈന്തപ്പഴം കഴിച്ചപ്പോൾ പ്രാ 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 പ്രീ പ്രൂ ഇടി. ഇതാണ് ഇടി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട്. ഇത് 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 നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ കുറേ പാട്ടുകളുണ്ട്. ആ പാട്ടുകളുമായിട്ടൊരു താരതമ്യം ചെയ്ത ഇപ്പോഴത്തെ എല്ലാ പാട്ടും കൂടെ ഒരു തുലാസിൻ്റെ ഒരു തട്ടിലും വെച്ച് ഭാസ്കരൻ മാഷിൻ്റെയോ വയലാറിൻ്റെയോ ഒ എൻ വി സാറിൻ്റെയോ ഏതെങ്കിലും ഒരു പാട്ട് ഒരു തട്ടിലും വെച്ചാൽ ആ തട്ട് താന്ന് നിൽക്കും. അതാണ് ഇപ്പോഴത്തെ എല്ലാ പാട്ടുകളും കൂടെ തട്ടിൽ വെച്ചാലും പിന്നെ താഴൂല, അതിന് തുല്യം പോലും നിൽക്കുക ആ വയലാറിൻ്റെയോ അല്ലെങ്കിൽ ഭാസ്കരൻ മാഷിൻ്റെയോ പാട്ടിരിക്കുന്ന. കാരണം അന്ന് ഇവരുടെ നല്ല വരികൾ ചിട്ടപ്പെടുത്താൻ ദേവരാജനെ പോലെ അല്ലെങ്കിൽ പിന്നെ ബാബുരാജനെ പോലെ അല്ലെങ്കിൽ എം കെ അർജുനനെ പോലെ കെ രാഘവനെ പോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 5 പേരാണ് മലയാള ചലച്ചിത്ര സാഹിത്യത്തെ പരിപോഷിപ്പിച്ചവർ. ആ 5 പേര് തന്നെ, വേറെ 5 പേര് അത് സംഗീത രംഗത്തും 5 പേരാണ്. 10 പേരാണ്. 10 പേരുടെ ഒരു തീവ്ര ശ്രമമാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത്. വിമർശന രംഗത്തേക്ക് മനഃപൂർവ്വം വന്നതല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നിമിത്തമായി പോയതാണ് വാസ്തവം. അതായത് ഞാൻ കലാലയത്തിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് വയലാർ രാമവർമ്മ അന്തരിക്കുന്നത്. വയലാർ രാമവർമ്മ അന്ന് കലാലയത്തിന് അവധി തന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും VJT ഹാളിൽ, ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ പോയി വയലാറിൻ്റെ ഭൗതിക ശരീരം കണ്ടു തൊഴുതു. എനിക്ക് തോന്നുന്നത് ഒരേ ഒരു തവണ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ആദ്യമായും അവസാനമായും കാണുന്നത് അദ്ദേഹത്തിൻ്റെ ശവശരീരമാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു നൊമ്പരം തോന്നി. കാരണം ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, കാരണം വയലാറിൻ്റെ ഓരോ പാട്ടിനും വേണ്ടി കാത്തിരുന്ന ഒരാളാണ് ഞാൻ. വയലാറിൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തെത്തും. പ്രത്യേകിച്ച് രാത്രി ഏകാന്തതയിലിരുന്ന് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് ഒരു പുതിയ ഒരു ലോകത്തെത്തും. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ നഷ്ടപ്പെടുകയാണല്ലോ എന്നൊരു നഷ്ടബോധം എനിക്ക് തോന്നി. അപ്പം ഞങ്ങൾ അന്ന് പിന്നെ ബിരുദത്തിന് പഠിക്കുന്നവർ, ഞാൻ 2ാം വർഷം പഠിക്കുമ്പോഴാണ് ഈ സംഭവം. പഠിക്കുമ്പോൾ ഈ 1ാം വർഷം പഠിക്കുന്നവരും 3ാം വർഷം പഠിക്കുന്നവരും ഒരു ക്ലാസ്സിൽ ഒത്തുകൂടും ഉച്ചയ്ക്ക്. ഉച്ച ഊണ് കഴിഞ്ഞിട്ട് ആ വിശ്രമ സമയത്ത് ഒത്തുകൂടി അന്നവിടെ പാട്ട്, സിനിമ, കല, കവിത, കഥ ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനെക്കുറിച്ചും ചർച്ച ചെയ്യും. അക്കാലത്തിറങ്ങിയ സിനിമ, അക്കാലത്തിറങ്ങിയ സാഹിത്യം, അക്കാലത്തിറങ്ങിയ എന്ത് കലയും സംസാരിക്കാം. അപ്പം അങ്ങനെ വയലാറിൻ്റെ മരണശേഷം കടന്നു വന്നവർ ആ നിലവാരത്തിലേക്ക് ഉയരാതിരുന്നപ്പോൾ ഞാനൊരു ഈ വിശ്രമവേളയിൽ ഉള്ള ചർച്ചയിൽ അക്കാലത്തിറങ്ങിയ ചില പാട്ടുകളിലെ അപകടങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. അവിടെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ സംസാരിക്കണം. 3 ക്ലാസ്സിലെയും കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് വെറുതെ സംസാരിക്കുന്നതാണ് ഈ ലെഷർ ടൈമിന്. അങ്ങനെ അത് കേട്ട് എൻ്റെ ഒരു സീനിയർ വിദ്യാർത്ഥി, അതായത് പിന്നെ ഞാൻ 2nd ഇയറിന് പഠിക്കുമ്പോൾ ഫൈനൽ ഇയറിന് പഠിക്കുന്ന എൻ്റെ ഒരു മുതിർന്ന വിദ്യാർത്ഥി അന്നൊരു മാസിക നടത്തുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു, അതിലേക്ക് ഈ ഇപ്പം പറഞ്ഞതെല്ലാം കൂടെ ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു.
രാഷ്ട്രപ്രഭ എന്നാണ് ആ മാസികയുടെ പേര്. അതിലെഴുതി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത് ഇങ്ങനെ ഇദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് പോയി കുറേ 2 മാസം മറ്റോ കഴിഞ്ഞപ്പോൾ ഈ ലേഖനം അച്ചടിച്ച കോപ്പി എനിക്ക് കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേ കത്തുകൾ കൊണ്ടു തന്നു. കണ്ടില്ലേ നിങ്ങളുടെ ലേഖനത്തെക്കുറിച്ച്. അത് അന്നൊരു എനിക്ക് തോന്നുന്നൊരു 500-300 കോപ്പി അച്ചടിക്കുന്ന ഒരു ലോക്കൽ മാസികയാണ്. നിങ്ങളുടെ ലേഖനത്തെക്കുറിച്ച് ഒരുപാട് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ആളുകൾ അന്ന് ഈ മൊബൈലും ഫോണൊന്നും വ്യാപകമായിട്ടില്ല. അപ്പം കത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി 1-2 എണ്ണം കൂടെ വേണം, 1-2 മാസം കൂടെ നമുക്കിത് പ്രസിദ്ധീകരിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ ഞാനങ്ങനെ എഴുതി കൊടുത്തു വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കോളേജിൽ നിന്ന് വിട്ടു. അത് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടുന്നു. ആ സമയത്താണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞാൻ അപ്പോഴേ കൂടുതലും എഴുതിക്കൊണ്ടിരുന്നത് മനഃശാസ്ത്രപരമായ ലേഖനങ്ങളാണ്. മനഃശാസ്ത്രം, പമ്പരം പോലുള്ള മാഗസിനുകളിൽ ഒന്നാം തരം മനഃശാസ്ത്ര മാസികകളാണല്ലോ അത്. അവയിൽ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. അപ്പം എനിക്ക് വെറുതെ ഒരു കിറുക്ക് തോന്നിയിട്ട് അക്കാലത്തിറങ്ങിയ കുറച്ച് പാട്ടുകളുടെ തെറ്റുകളെല്ലാം കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്കാലത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു ചലച്ചിത്ര വാരികയായ ഫിലിം മാഗസിൻ, കലാകൗമുദി ഫിലിം മാഗസിന് ഈ ലേഖനം അയച്ചു കൊടുത്തു. ഈ ലേഖനം അച്ചടിച്ചു വന്നു എന്ന് മാത്രമല്ല, അത് വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു വന്നു. ഗാനരചയിതാക്കൾ വളയമില്ലാത്ത ചാട്ടം തുടങ്ങിയിട്ട് കാലം കുറച്ചായി, അതിനെതിരെ ആദ്യത്തെ പ്രതികരണം എന്നൊക്കെ പറഞ്ഞ് പത്രാധിപർ, അന്ന് എസ് ജയചന്ദ്രൻ നായർ സാറും NRS ബാബുവാണ്. MS മണി സാറിൻ്റെ പേര് അച്ചടിക്കുമെങ്കിലും അവർ രണ്ടുപേരുമായിരുന്നു ഇതിൻ്റെ പത്രാധിപന്മാർ. അപ്പോൾ അവർ അത് എഴുതി ചേർത്ത് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തു. അപ്പോൾ ഈ ലേഖനം വന്നു, അത് വാങ്ങിച്ചു, സന്തോഷം തോന്നി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊപ്പം പഠിച്ച അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അദ്ദേഹം എന്നെ ഓഫീസിലെ ഫോണിൽ വിളിച്ച് പറയുന്നു, നിങ്ങൾക്കെതിരെ അന്ന് എഴുതിയ ലേഖനത്തിനെ വിമർശിച്ചുകൊണ്ട് ഒരാൾ എഴുതിയിട്ടുണ്ട്. ബി മാണിക്യം എന്നൊരാളാണ്. ബെൻസു വാസു അതിലൊക്കെ പാട്ടെഴുതിയ ബി മാണിക്യം ജനേകത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. ഇപ്പം അദ്ദേഹം നെല്ലിക്ക തളം വയ്ക്കേണ്ട നിരൂപകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അതിനൊരു മറുപടി എഴുതി. കടലാസ് പൂക്കളെ ക്ഷമിക്കൂ എന്നായിരുന്നു എൻ്റെ ഹെഡിങ്. കടലാസ് പൂക്കളെ. അപ്പം എൻ്റെ കൂടെ ജയചന്ദ്രൻ നായർ സാർ അന്ന് ഓഫീസിലെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ലേഖനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തരണം, നമുക്ക് താല്പര്യമുണ്ട് പ്രസിദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞു. ഈ കടലാസ് പൂക്കളെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ ലേഖനം രണ്ടാമതായിട്ട് അച്ചടിച്ച് വന്നപ്പോൾ, അതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. ഒരു രണ്ടാമത്തെ ലേഖനം, ഈ കടലാസ് പൂക്കളെ ക്ഷമിക്കൂ എന്നുള്ളതിന് മുമ്പായിട്ടൊരു ലേഖനം കൂടെ വന്നു. ആ ലേഖനം അച്ചടിച്ച് വന്നത് ജയൻ്റെ മരണം ഉണ്ടായ സമയത്താണ്. ജയൻ്റെ മരണം വന്ന ഫിലിം മാഗസിനിലാണ് എൻ്റെ രണ്ടാമത്തെ ലേഖനം അച്ചടിച്ചത്. ജയൻ്റെ മരണം വന്ന സ്പെഷ്യൽ ഹെലികോപ്റ്റർ അപകടത്തിൻ്റെ മുഖചിത്രത്തോടു കൂടിയാണ് ആ ഫിലിം മാഗസിൻ ഇറങ്ങിയത്. അത് 1 മണിക്കൂർ കൊണ്ട് ആ കോപ്പി കംപ്ലീറ്റ് വിറ്റ് തീർന്നു ഫിലിം മാഗസിൻ. അപ്പോൾ ഞാൻ ഈ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വിട്ടന്ന് ഞാൻ കഴക്കൂട്ടത്ത് ട്രെയിനിൽ കയറി തമ്പാനൂർ ഇറങ്ങിയിട്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നാണ് ഞാൻ വാരികയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് പരിചയമുള്ളൊരു കടയുണ്ട്. ആ കടയിൽ വന്നപ്പം പറഞ്ഞു, അയ്യോ ഫിലിം മാഗസിൻ രാവിലെ വന്നപ്പം തന്നെ തീർന്നു പോയി, ഇപ്പം റീപ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു അരമണിക്കൂർ നിന്നാൽ ഇപ്പം വേറെ കോപ്പി വരും, കൊണ്ടുപോകാം. ഇവിടെ കുറേ പേര് അവിടെ ഇങ്ങനെ വാങ്ങിക്കാൻ, കാരണം ജയൻ്റെ മരണം അവർക്ക് അറിയാൻ വേണ്ടി, അന്ന് ഈ ചാനലുകളൊന്നും ഇല്ലല്ലോ, അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഞാൻ കാത്തു നിന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പം കലാകൗമുദിയിൽ നിന്ന് കോപ്പി കൊണ്ടുവന്നു. ഞാൻ ഒരു കോപ്പി പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അതിൽ ലേഖനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആളുകൾ എന്നെ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞാണ് ഈ കടലാസ് പൂക്കളെ ക്ഷമിക്കൂ എന്ന് പറയുന്ന ഞാൻ മറുപടി എഴുതിയത് വന്നത്. അതിന് ഈ യൂസഫ് അലി കേച്ചേരി പുണ്യാഹം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു മറുപടി എഴുതി. ഇത് ആവശ്യമാണ്, ഇങ്ങനെ ഒരു പങ്ക്തി ആവശ്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എനിക്കൊരു വലിയ ബലമായി. കാരണം അന്ന് യൂസഫ് അലി കേച്ചേരി വളരെ അംഗീകരിക്കപ്പെട്ട ഒരു ഗാനരചയിതാവ് എനിക്ക് അനുകൂലമായിട്ട് മറുപടി എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ കത്ത് മുഖാന്തരം പരിചയപ്പെടുകയൊക്കെ ചെയ്തു പിന്നീട്. അപ്പം ജയചന്ദ്രൻ നായർ സാർ പറഞ്ഞു, നിങ്ങളുടെ ലേഖനത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ഇത് വരുന്നുണ്ട്, സാരമില്ല, നല്ലതാണ്, നമുക്ക് അതൊരു തുടർച്ചയായിട്ട് എഴുതണം എന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പം പലരും മറുപടി പറയാൻ തുടങ്ങി. വാക്കുകൾ അർത്ഥവേട്ടയ്ക്കുള്ളതല്ല എന്ന പേരിലാണ് പിച്ചു തിരുമല മറുപടി എഴുതിയത്. മുഖം അല്ലാത്തതിന് കണ്ണാടി ഉടയ്ക്കുന്നതെന്തിന് എന്ന് ചോദിച്ചുകൊണ്ടാണ് മുല്ലനേഴി മറുപടി എഴുതിയത്. പക്ഷേ അന്ന് ONV സാറോ ഭാസ്കരൻ മാഷോ ശ്രീകുമാരൻ തമ്പിയോ ഒന്നും
മറുപടി എഴുതിയില്ല. അവരുടെ പാട്ടുകളെ ഞാൻ വിമർശിച്ചിട്ടുമില്ല. കാരണം അവർക്ക് അവരുടെ പാട്ടുകൾ വിമർശിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് അതൊരു മിഴിമായസിന് തന്നെ പങ്ക്തിയായി മാറി. ജയചന്ദ്രൻ നായർ സാർ പറഞ്ഞിട്ട് നമുക്കതൊരു പങ്ക്തിയായിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അതിലൊരു പങ്ക്തിയായി തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ചിത്രഭൂമി എന്ന് പറഞ്ഞ മാതൃഭൂമി ചിത്രഭൂമി എന്ന് പറഞ്ഞൊരു വാരിക ദ്വൈവാരിക തുടങ്ങി. അപ്പോൾ അതിൻ്റെ പത്രാധിപർ മാധവിക്കുട്ടിയുടെ മകൻ മോനു നാലപ്പാടാണ്, MD നാലപ്പാട്. മോനു എന്നാണ് നമ്മളൊക്കെ വിളിക്കുക. അദ്ദേഹം പമ്പരം മാസികയുടെ എഡിറ്ററായിരുന്നു. അങ്ങനെ പമ്പരത്തിൽ ലേഖനങ്ങൾ എഴുതി എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ചു, ചിത്രഭൂമി പിന്നെ ദൈവാരികയിൽ അത് പങ്ക്തിയായിട്ട് തുടരാൻ പറ്റുമോ, 2 ആഴ്ചയിലല്ലേ ഒരിക്കലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തുടരാം എന്ന് പറഞ്ഞു. അങ്ങനെ ചിത്രഭൂമിയിൽ വളരെ കാലം ചിത്രഭൂമിയിൽ എഴുതി വളരെ കാലം. അപ്പോൾ ഈ ഓരോ പത്രാധിപന്മാരും മാറുമ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മുടെ പങ്ക്തിയോ അല്ലെങ്കിൽ ഏത് പങ്ക്തിയും ചിലപ്പോൾ മാറ്റം വരും. അങ്ങനെ മാറ്റം വന്ന ഒരു സമയത്താണ് സിനിമാമംഗളം തുടങ്ങുന്നത്. അപ്പം മധുവൈപ്പനയാണ് അതിൻ്റെ എഡിറ്ററായിട്ട് വന്നത്. മധുവൈപ്പന എനിക്ക് വളരെ പണ്ട് മുതലേ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം നാനയിലിരിക്കുമ്പം തന്നെ പരിചയമുള്ള ആളാണ്. അദ്ദേഹം രംഗം എന്ന ഒരു മാസിക നടത്തിയിരുന്നു, വെള്ളിത്തിര എന്ന് പറഞ്ഞൊരു മാസിക നടത്തിയിരുന്നു. അപ്പോഴൊക്കെ അതിലൊക്കെ എന്നെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ സിനിമാമംഗളത്തിൽ എഡിറ്ററായിട്ട് ചാർജ് എടുത്തു, നിങ്ങൾ ആ പങ്ക്തി ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും ഒരു പിന്നെ മുൻവിധിയാണ് വയ്ക്കുന്നത്. ഞാൻ എന്ത് എഴുതി തന്നാലും അതിനകത്ത് തിരുത്തലുകൾ പാടില്ല. അപ്പോൾ അത് സമ്മതിക്കും. കാരണം നമ്മൾ സത്യസന്ധമായിട്ട് എഴുതണം. ഒരു പ്രാവശ്യം മോശമെന്ന് എഴുതിയാൽ ചിലപ്പോൾ നല്ല പാട്ടാണെങ്കിൽ അടുത്ത പ്രാവശ്യം നല്ലതെന്ന് എഴുതും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ സിനിമാമംഗളത്തിൽ കോവിഡ് വരെ സിനിമാമംഗളം നിലനിന്നിരുന്നു. കോവിഡ് വന്നപ്പം സിനിമകൾ നിലച്ചപ്പോൾ സിനിമാ പ്രസിദ്ധി ഇനങ്ങളും നിലച്ചുപോയി. അങ്ങനെയാണ് ആ പങ്ക്തി അതുവരെ ഏതാണ്ട് എനിക്ക് വന്നൊരു 40 വർഷം തുടർച്ചയായിട്ട് അത് എഴുതാൻ സാധിച്ചത്. പുതിയ പാട്ടെഴുത്തുകാരിൽ ആകെ പ്രതീക്ഷയുള്ള, എനിക്ക് പലരെയും പേരുകൾ നമ്മൾ എല്ലാവരും പറയും, അവർ നല്ലതല്ലേ മറ്റേതല്ലേ എന്ന്. പക്ഷേ ഞാൻ വളരെ നിഷ്പക്ഷമായി പറഞ്ഞാൽ, എനിക്ക് വളരെ ഞാൻ ഇത്രയും കാലം ഈ സിനിമാ പാട്ടുകളെ വിലയിരുത്തിയിട്ടുള്ള ഒരു എളിയ വ്യക്തി എന്ന നിലയിൽ പറഞ്ഞാൽ ആകെ ഒരാൾ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. റഫീഖ് അഹമ്മദാണത്. റഫീഖ് അഹമ്മദ് ഒന്നാം തരം കവിയാണ്. അദ്ദേഹം ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അമ്മത്തൊട്ടിൽ എന്നൊക്കെ പറഞ്ഞ കവിത പഠിക്കാനുണ്ട് ഇപ്പോൾ. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ്റെ ഒരു പാഠപുസ്തകത്തിൽ അമ്മത്തൊട്ടിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കവിത എന്താണെന്നറിയാം. കവിതയുടെ ഒരു കാവ്യ ഗുണം ഉണ്ട് വരികൾക്ക്. അദ്ദേഹം തുടക്കം മുതൽ എഴുതിയ വരികൾക്ക്, ഇപ്പോൾ ആമീല പാട്ടായിരുന്നാലും അല്ലെങ്കിൽ പിന്നെ പെരുമഴക്കാലത്തിലെ പാട്ടായിരുന്നാലും, ഇങ്ങനെ ഏത് പാട്ടെടുത്ത് നോക്കിയാലും, ഇപ്പോൾ ഒന്നും വേണ്ട, ആടുജീവിതത്തിൽ അദ്ദേഹം എഴുതിയ പാട്ട് പോലും അതിനുപോലും അതിൻ്റേതായ ഒരു ഗുണമുണ്ട്. ആ വരികൾക്ക് അതിൻ്റേതായ ഗുണമുണ്ട്. കാരണം പണ്ട് ഭാസ്കരൻ മാഷോ അല്ലെങ്കിൽ വയലാറോ അല്ലെങ്കിൽ ONV സാറോ അല്ലെങ്കിൽ അതുപോലെയുള്ളവർ എഴുതിയിരുന്ന വരികളുടെ അനുകരണം എന്നുള്ള നിലയിലല്ല, അദ്ദേഹത്തിൻ്റേതായ സ്വന്തം കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം പുതിയ രീതിയിൽ എഴുതുന്നു. പക്ഷേ അതിനകത്ത് കവിതയുണ്ട്. കവിതയുള്ള വരികൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ ചില വരികൾ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ അതൊന്നും നിലനിൽക്കില്ല. അപ്പം ചോദിക്കും, വയലാറ് പാപ്പി അപ്പച്ചാന്ന് എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് സന്ദർഭത്തിനനുസരിച്ച് എഴുതിയതാണ്. പക്ഷേ അദ്ദേഹം ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്ന ഒന്നാം തരം പാട്ട്, അല്ലെങ്കിൽ സന്യാസിനി നിനക്കു ഞാൻ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ സന്ധ്യാപുഷ്പവുമായി വന്നു എന്ന ഒന്നാം തരം വരികൾ എഴുതിയ തൂലിക തന്നെയാണ് മരുന്നോന്നല്ല മരുന്ന് എന്ന് പറയുന്ന ഹാസ്യഗാനം എഴുതിയിട്ടുള്ളത്. അതൊക്കെ സിനിമയിൽ പാടുന്നത് കവിയല്ല, കഥാപാത്രമാണ്. അപ്പോൾ കഥാപാത്രത്തെ, അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഭാസ്കരൻ മാഷ് പട്ടുകുപ്പായക്കാര എന്ന് പിന്നെ നീലിയെ കൊണ്ട് പറയിച്ചത്. അല്ലെങ്കിൽ മാടത്തിൻ മണിവിളക്കേ എന്നാണ് നീലിയെ അദ്ദേഹം ഒരു പാട്ടിൽ, മാടത്തിലാണ് അവൾ കഴിയുന്നത്, പക്ഷേ അവിടുത്തെ മണിവിളക്കാണ്, സൗന്ദര്യം കൊണ്ട് മണിവിളക്കാണ്. കൊട്ടാരത്തിൽ കഴിയുന്നവർ ഇപ്പോൾ ചക്രവർത്തിനി എന്ന് പറയുമ്പം, വയലാറ് ചക്രവർത്തിനിയെക്കുറിച്ച് പറയുമ്പോൾ ചക്രവർത്തിനി എന്ന് പറഞ്ഞാൽ രാജ്ഞിമാരുടെ രാജ്ഞിയാണ്, പ്രണയത്തിൻ്റെ രാജ്ഞിമാരുടെ രാജ്ഞി എന്നുള്ള അർത്ഥത്തിലാണ് ചക്രവർത്തിനി എന്ന് വയലാർ പ്രയോഗിച്ചത്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നു ഈ മാടത്തിൻ മണിവിളക്ക് എന്ന ഭാസ്കരൻ മാഷിനെ പറയും. മാടത്തിലെ മണിവിളക്കാണ് നീലി എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ അതുപോലെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന, ഒരിക്കലും നമുക്ക് മറക്കാനൊക്കാത്ത രീതിയിലുള്ള വരികൾ എഴുതുമ്പോഴാണ് ആ പാട്ടിന് അതിന് ഏഞ്ഞ സംഗീതം. ഒരു അനുഭവം ONV സാർ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം ഈ നക്ഷതങ്ങൾ പഞ്ചാഗ്നി രണ്ടിനും കൂടെ ഒരുമിച്ചാണ് പാട്ടുകൾ ഒരുക്കുന്നത്. അപ്പോൾ ഹരിഹരനും ONV സാറും ബോംബെ രവിയുടെ വീട്ടിൽ പോയ കഥയല്ല,
നടന്ന സംഭവമാണത്. ഇവർ ചെല്ലുമ്പോൾ രവി വളരെ വിശാല ഹൃദയനായ രവി അങ്ങനെ ഇരിക്കുന്നു. സ്വീകരിച്ചൊക്കെ ഇരുത്തി അദ്ദേഹം അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ ONV സാറ് ചോദിച്ചു, രവി ട്യൂൺ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഹിന്ദിക്കാർ മുഴുവൻ, അത് സലീൽ ചൗധരി തുടങ്ങി വെച്ച പരിപാടിയാണല്ലോ, റെഡിമെയ്ഡ് ട്യൂണുമായിട്ടാണ് വരിക. അപ്പോൾ രവിയോട് ചോദിച്ചു, ട്യൂൺ എവിടെയെന്ന് ചോദിച്ചു ONV സാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ട്യൂണോ? ഞാൻ ട്യൂണൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ വരി എഴുതി തരൂ. വരി എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ വരി കണ്ടിട്ട് വരിയുടെ ആശയം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ട്യൂൺ ചെയ്യും. അതാണ് എൻ്റെ രീതി. അപ്പോൾ ഇവർ അന്തം വിട്ടുപോയി. കാരണം ഒരു ഹിന്ദിക്കാരിൽ നിന്ന് അങ്ങനെ കിട്ടുന്നു. അപ്പം പറഞ്ഞു, അത് അടുത്ത മുറി കണ്ടില്ലേ, അത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. ആ മുറിയുടെ കതക് ചാരി എന്നിട്ട് എനിക്ക് പാട്ടെഴുതി തരൂ. അദ്ദേഹം ONV സാർ ആ മുറിക്കകത്ത് പോയിട്ട് 10 മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ടാണ് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി എന്ന പാട്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്, എന്താണ് മഞ്ഞൾ പ്രസാദം, എന്താണ് മഞ്ഞക്കുറി മുണ്ട് ചുറ്റി, അല്ലെങ്കിൽ പൊന്നോണപ്പൂവെ എൻ്റെ മുറ്റത്ത് വന്നു ചിരിതൂകി നിന്നു എന്നൊക്കെ ONV സാർ എഴുതാൻ കാരണമെന്ത് എന്നൊക്കെ മനസ്സിലാക്കി. അത് ഗുരുവായൂരമ്പലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന പാട്ടാണെന്നും വിനീത് എന്ന് പറയുന്ന കഥാപാത്രം മാതൃഭൂമിയുടെ ബാലപംക്തിയിൽ അച്ചടിച്ചു വരുന്ന കവിത സ്വന്തം കാമുകിയായ മോനിഷ അവതരിപ്പിച്ച കഥാപാത്രം പാടുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നതെന്നും ചിത്രയാണ് പാടാൻ ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞപ്പോൾ രവി അവിടെ ഇരുന്ന് ട്യൂൺ ചെയ്തതാണ്. അത് എല്ലാം കൂടെ ഒരു അരമണിക്കൂർ കൊണ്ടുണ്ടാക്കിയ പാട്ടാണ് മഞ്ഞൾ പ്രസാദം. അപ്പം അവിടെ പ്രതിഭകൾ ഒതുമിക്കുമ്പോൾ നല്ല സൃഷ്ടികളുണ്ടാവും. പെട്ടെന്നാണ് അദ്ദേഹം പിന്നെ ബാക്കി മറ്റേ പാട്ടുകൾ നിളയിൽ നീരാടുവാൻ അതൊക്കെ അങ്ങോട്ട് എഴുതി കൊടുക്കുന്നു. നിള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഉടനെ രവി ട്യൂൺ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും, ഇപ്പം ചന്ദനലേപ സുഗന്ധം പോലും ജയകുമാർ എഴുതിയ പാട്ട് വടക്കൻ വീരഗാഥയിൽ അതുപോലും എഴുതിയിട്ട് ട്യൂൺ ചെയ്തതാണ്. അതാണ് ആ പാട്ടിനുള്ളൊരു ഗുണം. പണ്ടത്തെ സംവിധായകർ, എനിക്ക് വിൻസെൻ്റ് മാഷിനെ ആയിരുന്നാലും സേതുമാധവ് സാറിനെ ആയിരുന്നാലും എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നതാണ്. PN മേനോൻ, ഇവരെയൊക്കെ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നതാണ്. സേതുമാധവ് സാറ് മരിക്കുന്നതിന് മുമ്പ് കൂടെ എനിക്ക് ഫോൺ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ദിനചര്യ തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ അദ്ദേഹം ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാട്ടിൻ്റെയും, ഇപ്പം പണിതീരാത്ത വീട്ടിലെ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യം അതൊക്കെ അദ്ദേഹം എനിക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ എന്താ പറയുന്നത്, ഈ കലാ സാഹിത്യം ഇതിനോടൊക്കെ വളരെ ആഭിമുഖ്യമുള്ള ഒരു സംവിധായകനില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും പറയും ആ സംവിധായകൻ വളരെ പക്ഷേ പഴയ സംവിധായകർക്കുണ്ടായിരുന്ന ഒരു അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ വായിച്ചുള്ള ഒരു അറിവ് അതൊന്നും ഇപ്പോഴത്തെ സംവിധായകർക്കില്ല. അവർക്ക് ടെക്നിക്കലായിട്ട് നന്നായിട്ട് പടം എടുക്കാൻ അറിയാം. അപ്പോൾ അവർ ഒരിക്കലും ശ്രദ്ധിക്കാത്തത്, ഇപ്പം എൻ്റെ കൂടെ സേതുമാധവൻ സാറ് പറഞ്ഞത്, വയലാർ പണിതീരാത്ത വീടിലെ സുപ്രഭാതം എന്ന് പറഞ്ഞ പാട്ട് അല്ലെങ്കിൽ കണ്ണുനീർത്തുള്ളി എഴുതി തരുമ്പോൾ ഇത് എങ്ങനെ ചിത്രീകരിക്കണമെന്ന് ആലോചിച്ച് ഞാനൊരു ഒരാഴ്ച എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. ഇതെങ്ങനെ ചിത്രീകരിക്കണം? സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളി ചാമരം വീശും മേഘങ്ങളെ എന്ന് വയലാർ വളരെ ഈസിയായിട്ട് എഴുതി കൊടുത്തു. അത് MS വിശ്വനാഥൻ ട്യൂൺ ചെയ്തും കൊടുത്തു. ജയചന്ദ്രൻ പാടി അതിമനോഹരമാക്കി. പക്ഷേ ഇതെങ്ങനെ ചിത്രീകരിക്കണം? ഈ കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോട് മുമ്പിച്ച കാവ്യഭാവന എന്ന് പറയുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പാട്ടാണ്. കാരണം അതിനകത്ത് ഷെല്ലിയും ഷേക്സ്പിയറും ഒക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വേണം എന്ന്. പക്ഷേ അവസാനമാണ് ദേവമാധവ സാറ് അത് കുറേ കാരിക്കേച്ചറോടുകൂടി അതിനകത്ത് പല വരികൾക്കും ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മുടെ മ്യൂസിക്കിനോടൊപ്പം കാണിക്കുന്നത് കാരിക്കേച്ചറിലൂടെയാണ്, വരകളിലെ ചിത്രങ്ങളിലൂടെയാണ്. അപ്പോൾ അത് അങ്ങനെ തീരുമാനിച്ചത് അവസാന നിമിഷമാണ്. അപ്പോൾ അതൊക്കെയാണ് ഒരു സംവിധായകൻ്റെ കഴിവ്. മനസ്സിലായില്ലേ? സംവിധായകൻ്റെ കഴിവ് ഒന്നും വേണ്ട. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് അല്ല, പിന്നീട് മലയാളം ഐച്ഛിക വിഷയമെടുത്താണ് ഞാൻ ബിരുദാനന്തര ബിരുദം വരെ പഠിച്ചത്. അപ്പോൾ അന്ന് ഞങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ ചെന്നപ്പോൾ AR ഗോപാലപിള്ള എന്ന് എന്നെ പഠിപ്പിച്ച ഒരു അദ്ദേഹം ഈ അടുത്ത കാലത്ത് അന്തരിച്ചു, 92-ാമത്തെ വയസ്സിൽ. അദ്ദേഹം അന്ന് ക്ലാസ്സിൽ വന്ന് പറഞ്ഞു, പണിതീരാത്ത വീട് എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളത് പോയി കാണണം, അതിനകത്തുനിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു. എന്ത് പഠിക്കാനുണ്ട് എന്ന് ഞങ്ങൾ ചോദിച്ചില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അതിനകത്തൊരു കുതിര പ്രതീകമായിട്ട് സേതുമാധവൻ സംവിധായകൻ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയാണ്. ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം, ഈ ഒരു അപകടത്തിൽ
ഈ കുതിരപ്പുറത്ത് പിന്നെ ഈ നന്ദിത ബോസാണ് ആ കഥാപാത്രം നായികയായിട്ട് വന്നത്. നന്ദിത ബോസും അവരുടെ മകളും, ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ്, വിധവയായ സ്ത്രീയാണ്. മകളുമായിട്ട് ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു പൊയ്കയിലേക്ക് ഈ കുതിര കൊണ്ടുവന്ന് അവരെ തള്ളിയിടുന്നു. അതായത് കാല് തെറ്റി വീഴുന്നു, ഇവർ വീഴുന്നു. അവിടെ പെട്ടെന്ന് വരുന്ന ജോസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് പ്രേം നസീർ അവതരിപ്പിച്ച പട്ടാളക്കാരനാണ്. അദ്ദേഹം ഇവരെ രക്ഷിക്കുകയാണ്. രക്ഷിച്ചിട്ട് ജോസ് എന്ന് പറയുന്ന ആ കഥാപാത്രത്തിനെ, ഈ നന്ദിത ബോസിനെ ആദ്യമായി രക്ഷിച്ച് കരയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രണയത്തിൻ്റെ ഒരു തുടക്കം വരുന്നു. ആ സമയത്ത് ഒരു അതിമനോഹരമായ ഒരു വെള്ള കുതിര വളരെ വേഗത്തിൽ ഇങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ എന്നുവെച്ചാൽ ഈ മനസ്സിൻ്റെ കടിഞ്ഞാണിടാൻ സാധിക്കുന്നില്ല മനസ്സിനെ, പ്രണയത്തിൻ്റെ തുടക്കം. അതൊക്കെ ആ കുതിരയുടെ ചലനത്തിലൂടെ അതിമനോഹരമായി നമുക്ക് മനസ്സിലാക്കി തന്നു സേതുമാധവ സാർ. സിനിമ വലിയ പുരോഗമിച്ച് അവസാനമാകുമ്പോൾ ഈ പിന്നെ നന്ദിത ബോസ് ഈ ജോസ് എന്ന് പറയുന്ന പ്രേം നസീർ അവതരിപ്പിച്ച കഥാപാത്രത്തോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ സ്വന്തം സഹോദരനായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറയുമ്പോൾ ഈ കുതിര റിവേഴ്സായിട്ട് തിരിച്ച് വളരെ സ്ലോ മോഷനിൽ വേച്ച് വരുന്നതാണ്. കാരണം അയാളുടെ എല്ലാ പ്രതീക്ഷകളും നശിക്കുന്നത് അതിനേക്കാൾ മനോഹരം. കാരണം അത് അപ്പോഴും നമുക്ക് മനസ്സിലാവും ഇത് അയാളുടെ പ്രതീക്ഷകളെല്ലാം തകർന്നടിയുകയാണെന്ന് ആ ഒറ്റ സീനിലൂടെ. അതാണ് സാറ് പറഞ്ഞത് പിന്നെ പണിതീരാത്ത വീട് എന്ന സിനിമ. അതൊരു ഒരുപാട് പഠിക്കാനുണ്ട്. അത് ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് വന്നതാണ്, പഠിക്കാനുണ്ടെന്ന്. മാത്രമല്ല സാറ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ആ പടം കാണുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾ കേൾക്കുന്ന പാട്ടിലൂടെ മലയാളത്തിന് ഉണ്ടായ ഒരു അന്തസ്സായ പ്രയോഗം നിങ്ങൾക്ക് കേൾക്കാം എന്ന് പറയും. എന്താണ്? സുപ്രഭാതം. ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. മലയാളം ക്ലാസ് ആയിരുന്നിട്ടും ഗുഡ് മോർണിംഗ് എന്നാണ് പറയുന്നത്. നമുക്കൊരു മലയാളം അത് ഇറക്കിയിട്ട് വയലാർ എഴുതി സുപ്രഭാതം എന്ന് എഴുതി ഗുഡ് മോർണിംഗ് എന്നുള്ളതിൻ്റെ തനി മലയാളം ആണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഗുഡ് മോർണിംഗ് നീലഗിരിയുടെ സഖികളെ എന്നല്ല, സുപ്രഭാതം അത് മനസ്സിലാക്കാനും കൂടിയാണ് പിന്നെ സാറ് ഞങ്ങളോട്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള സിനിമകളാണ് നമ്മുടെ ഒരു സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ. ഇന്ന് പല സിനിമകൾക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമ എല്ലാവരും പുകഴ്ത്തി പറയുന്നു, എല്ലാവരും ഞാനും കണ്ടതാണത്. പക്ഷേ അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നിരന്തരം കൊലപാതകങ്ങളാണ്, അതിൻ്റെ തുടർച്ചയാണ്. തുടരും എന്ന് പറയുന്നത് കൊലപാതകങ്ങളുടെ അത് എന്തുകൊണ്ടാണ്? അത് ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പ്രത്യേകിച്ച് ആ വില്ലനായിട്ട് വരുന്ന അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനകത്ത് അടിസ്ഥാനപരമായി വരുമ്പോൾ അതിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് ഈ ക്രിമിനൽ അല്ലേ? അതിനോടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. ഇപ്പോൾ ആടുജീവിതം നല്ല സിനിമയാണെന്ന് പറയുന്നു, പക്ഷേ അതിനകത്ത് ഈ ബ്ലസ്സി കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് അതിനായിട്ട് ലാഗ് ചെയ്തു. ഈ മണൽ പ്രദേശത്ത് ഇങ്ങനെ ഈ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രം ഇങ്ങനെ കുറേ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. ഒരു അരമണിക്കൂർ അതിനകത്ത് നിന്ന് കട്ട് ചെയ്യാം, ഒന്നും സംഭവിക്കില്ല. ഈ അടുത്ത കാലത്ത് ശ്രദ്ധേയമായ ചിത്രങ്ങളുടെ കഥയാണ് ഇത് ഞാൻ പറയാം. അപ്പം ഈ വന്ന് ഇങ്ങനെ മിന്നി മറയുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്, പ്രേമലു, ഇങ്ങനെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ വിജയിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ നമ്മൾ വീണ്ടും കാണുമ്പോൾ ഇതേ അവസ്ഥ വരുന്നു. ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. എഴുതാൻ തുടങ്ങിയത് ഗാനവിമർശനമല്ല, ഞാൻ മനഃശാസ്ത്രപരമായ ലേഖനങ്ങളൊക്കെ പഠിക്കുന്ന കാലം മുതൽ എഴുതിയതാണ്. മനഃശാസ്ത്രത്തിൽ KS ഡേവിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ആയിരുന്നു അതിൻ്റെ പത്രാധിപർ. രാഖി എന്ന പേരിൽ എഴുതിയിരുന്ന രത്നാകരൻ ആയിരുന്നു അതിൻ്റെ സഹപത്രം. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. പിന്നെ മാത്യു വെല്ലൂർ ഉണ്ടായിരുന്നു, അവരൊക്കെ ആയിരുന്നു എൻ്റെ പത്രാധിപന്മാർ. അവരൊക്കെ ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ മനഃശാസ്ത്രപരമായ ലേഖനം, ഞാൻ ഈ ഒരുപാട് ചെറിയ കാലത്ത് ഫ്രോയിഡിനെയൊക്കെ ധാരാളം വായിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരുപക്ഷെ ഞാൻ സൈക്കോളജി എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷേ മലയാളത്തിനോടുള്ള ഒരു വലിയ ഇഷ്ടം കൊണ്ടാണ് മലയാളം ഐച്ഛികമായി എടുത്തത്. അല്ലെങ്കിൽ ഞാൻ സൈക്കോളജി ആയിരിക്കും ഒരുപക്ഷെ പഠിക്കാൻ. പമ്പരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പമ്പരം ഒരു അമേരിക്കൻ മാഗസിനായ സ്പാനിൻ്റെ മോഡലിൽ ഇറങ്ങിയിരുന്ന മാഗസിനാണ്. വളരെ ഒന്നാന്തരം ഔട്ട്സ്റ്റാൻഡിങ്. അതിനകത്ത് ഞാൻ നിരന്തരം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ തുടക്കകാലം. അപ്പോൾ അത് വച്ച് നോക്കുവാണെങ്കിൽ 50 കൂടുതലാവും, എങ്കിലും 50 വർഷം ഇവിടെ ഇടയ്ക്ക് ചില സംഘടനകളും ഭാരതഭവൻ, നമ്മുടെ സർക്കാരിൻ്റെ ഭാരതഭവനും കൂടെ ചേർന്ന് അവിടെ വെച്ചാണത് കൊണ്ടാടിയത്. ഒരു നല്ല പരിപാടിയായിരുന്നു. അതിനകത്ത് നമ്മുടെ GR അനിൽ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ.
ഞാൻ തമ്പിച്ചേട്ടനെന്ന് വിളിക്കുന്ന ശ്രീകുമാരൻ തമ്പിയായിരുന്നു അതിലെ മുഖ്യ പ്രഭാഷകൻ. പിന്നെ പ്രഭാവർമ്മ, അരുന്ധതി എന്നിവർ പിന്നെ പ്രാസംഗികരായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് നടന്ന ഒരു സിമ്പോസിയം, ഉച്ചയ്ക്ക് ഈ വൈകുന്നേരമായിരുന്നു ഈ സമ്മേളനം. അതിനു മുമ്പ് നടന്ന സിമ്പോസിയത്തിൽ പങ്കെടുത്തത് പി കെ രാജശേഖരനായിരുന്നു മെയിനായിട്ട്, പിന്നെ രവി മേനോൻ, പിന്നെ നമ്മുടെ ബി വി ശശികുമാർ, പിന്നെ റോസ്മേരി എന്നിവരായിരുന്നു ആ സിമ്പോസിയത്തിൽ പങ്കെടുത്തത്. ഈ യോഗാനന്തരം ഗാനമേള ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന നിലയിലാണ് അവതരിപ്പിച്ചത്. ഞാൻ തന്നെ ഇപ്പം സുദീപ് കുമാർ, കല്ലറ ഗോപൻ, പിന്നെ നമ്മുടെ മണക്കാട് ഗോപൻ, ഇങ്ങനെ ഒ എൻ വി സാറിൻ്റെ കൊച്ചുമോൾ അപർണ രാജീവ്, ഇങ്ങനെ വളരെ എനിക്ക് ഞാനുമായിട്ട് അടുപ്പമുള്ള അവരൊക്കെ എനിക്ക് 4-5 പാട്ടുകൾ തന്നിട്ട് എൻ്റെ കൂടെ പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിരഞ്ഞെടുത്ത പാട്ടുകളാണ് അവതരിപ്പിച്ചത്. അതൊരു നല്ല പരിപാടിയായിരുന്നു. 17 പുസ്തകങ്ങൾ ഇതിനകം പുറത്തു വന്നു. ഇനിയിപ്പോൾ 2 പുസ്തകങ്ങൾ ഉടനെ പുറത്തിറങ്ങും. അതിലൊന്ന് മാതൃഭൂമി ഇറക്കുന്ന എം കൃഷ്ണൻ നായർ എൻ്റെ അമ്മാവനാണെന്ന് പലർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയും കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ദൂരക്കുന്ന് നോക്കിക്കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ അത് പിന്നെ അടുത്തറിയാൻ ശ്രമിക്കുകയും അത് എഴുതി കൊടുത്തതാണ് വരാൻ പോകുന്ന അടുത്ത പുസ്തകം. അതുപോലെ തന്നെ മലയാള ചലച്ചിത്രങ്ങളിലെ മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് ഇശൽ തേൻ ഗണം എന്ന പേരിൽ ഒരു പുസ്തകം ലിപി, എൻ്റെ ഒന്നാമത്തെ പുസ്തകം കാവ്യഗീതിക ലിപിയാണ് ഇറക്കിയത്. അതിപ്പം 3-ാം പതിപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പുസ്തകം ലിപിയാണ് ഇറക്കുന്നത്. അതിൻ്റെയും അച്ചടിയിലാണ്. ആ 2 പുസ്തകങ്ങളുമാണ് 18-ാമത്തെയും 19-ാമത്തെയും പുസ്തകങ്ങളായിട്ട് അതും വരും. വയലാറിൻ്റെ ഗാനങ്ങളെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന 1000 പാദസരങ്ങൾ എന്നൊരു പുസ്തകം DC ബുക്സാണ് ഇറക്കിയത്. അതിൻ്റെ ഇപ്പോൾ 2-ാം പതിപ്പാണ് ഇപ്പം നിലവിൽ. 2-ാം പതിപ്പം തീരാറായി. അതിന് 3-ാം പതിപ്പ് ഉടനെ ഇറങ്ങും. അങ്ങനെയാണ് അതിൻ്റെ നിലവാരം. പിന്നെ മരിച്ച ചലച്ചിത്ര ഗാനരംഗത്തെ മരണമടഞ്ഞ ഗാനരചയിതാക്കൾ, സംഗീത സംവിധായകർ, ഗായകർ, ഇവരെക്കുറിച്ചുള്ള 3 പുസ്തകങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കി. ഗാനസ്മൃതി, സംഗീതസ്മൃതി, ആലാപനസ്മൃതി എന്ന പേരിൽ 3 പുസ്തകങ്ങൾ. മാത്രമല്ല SP ബാലസുബ്രഹ്മണ്യം മരിച്ചപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ താല്പര്യപ്പെട്ടിട്ട് SP ബാലസുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ളൊരു പുസ്തകവും, നിലാവിൻ്റെ നിത്യസംഗീതം എന്ന് പറയുന്ന ഒരു പുസ്തകവും ഇറങ്ങി. മാതൃഭൂമി ഇറക്കിയ രാഷ്ട്രഗീതിക എന്നൊരു പുസ്തകമുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും ദേശഭക്തി ഗാനങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ദേശീയ ഗാനം, അതായത് ജനഗണമന മുതൽ സാരേ ജഹാംസെ അച്ച, പിന്നെ വന്ദേ മാതരം, ഈ പാട്ടുകളെല്ലാം അതിനകത്ത് അർത്ഥവും അതിൻ്റെ രചയിതാവിനെക്കുറിച്ചുള്ള ലഘുവാണ്. അത് മാതൃഭൂമിയാണ് ഇറക്കിയിരിക്കുന്നത്, രാഷ്ട്രഗീതിക. അത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകമാണ്. ഇതൊക്കെയാണ് എൻ്റെ പുസ്തക വിവരങ്ങൾ. എത്രത്തോളം സ്വാധീനം ചെലുത്താം, പക്ഷേ ഞാൻ മനഃപൂർവ്വം അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശൈലിയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭാവം, അദ്ദേഹത്തിൻ്റെ രൂപം, അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ, ഇതൊക്കെ ഒരു അറിയാനുള്ളൊരു താല്പര്യത്തോടെ ദൂരെ നിന്ന് നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഇപ്പം പള്ളിക്കൂടം അവധിക്കാലത്ത് ഓണം വെക്കേഷൻ, പിന്നെ ക്രിസ്മസ് വെക്കേഷൻ, മിഡ് സമ്മർ വെക്കേഷൻ, അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വളരെ പ്രമുഖരായ പല സാഹിത്യകാരന്മാരും വരും. അപ്പോൾ അന്നൊക്കെ ഈ സാഹിത്യത്തിലേക്ക് വന്നില്ലെങ്കിലും പിച്ച വെച്ച് തുടങ്ങുന്ന കാലത്ത് ഇവരെയൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നൊരു വലിയ അനുഭവമായിരുന്നു. പി കുഞ്ഞിരാമൻ നായർ, ഒരുപാട് പേര്, കേശവദേവ്, അങ്ങനെ പ്രമുഖരായ പലരും അവിടെ വരുമായിരുന്നു. മാത്രമല്ല ഇവർക്കൊക്കെ പലപ്പോഴും ചായ കൊണ്ട് കൊടുക്കാനുള്ളൊരു നിയോഗം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ആ വീട്ടിൽ അന്ന് കൂടുതലും അമ്മാവന് 5 പെൺമക്കളും ഒരു മകനുമാണ്. അപ്പോൾ പിന്നെ കൂടുതലും ചായ കൊണ്ട് കൊടുക്കാനുള്ള നിയോഗം എനിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അമ്മാവൻ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത് എൻ്റെ അനന്തരവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല ഇവരുടെ സംഭാഷണം, ഈ സാഹിത്യകാരന്മാർ 2-3 സാഹിത്യകാരന്മാർ ഒരുമിച്ച് പോകുമ്പോൾ കുറച്ച് പരദൂഷണവും മറ്റൊരു ആളിൻ്റെ പരിദൂഷണവും കുറച്ച് രസകരമായ സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവരുടെ സംഭാഷണം ഞാൻ കുറച്ച് മറഞ്ഞു നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു കൗതുകം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അമ്മാവൻ്റെ ഒരു ശൈലി, അതൊരു അല്ലാതെ എന്നെ ആകർഷിച്ചു. അങ്ങനെ അമ്മാവൻ്റെ ശൈലി പോലെ തന്നെ എന്നെ ആകർഷിച്ച 2 പേര്, ഒന്ന് ഗുപ്തൻ നായർ സാറാണ്. ഗുപ്തൻ നായർ സാറിൻ്റെ വീട്ടിൽ ഞാൻ ഒരുപക്ഷെ അമ്മാവനേക്കാൾ ഏറെ ഗുപ്തൻ നായർ സാറിൻ്റെ വീട്ടിലാണ്
കൂടുതൽ അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ അന്നല്ല, ഈ എൻ്റെ ലേഖനങ്ങൾ തിരുത്താനൊക്കെ ഗുപ്തനാഥ് സാറിനെയാണ് ഞാൻ സമീപിച്ചത്. അദ്ദേഹത്തിൻ്റെ ശൈലിയും എന്നെ വളരെ, എന്നുവെച്ചാൽ ഈ ഇളനീര് കുടിക്കുന്ന ഒരു സുഖമാണ് ഗുപ്തനാഥ് സാറിൻ്റെ ശൈലി. പന്മന രാമേന്ദ്രൻ നായർ സാറ്, പന്മന രാമേന്ദ്രൻ നായർ സാറ് ഈ ഭാഷയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അന്തരിച്ചത് അന്വേഷിച്ച് ഇന്നലെ പോയിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ പറഞ്ഞത്, ഇവരൊക്കെയാണ് എൻ്റെ മാർഗദർശികൾ വാസ്തവത്തിൽ. അമ്മാവന് പുറമേ ഇവരുമൊക്കെ ഉണ്ട്. പിന്നെ എന്നോട് ഒരുപാട് അടുപ്പമുള്ളൊരു കെ സുരേന്ദ്ര സാറ്, പിന്നെ ജി വിവേകാനന്ദൻ, പറഞ്ഞാൽ വിശ്വസിക്കില്ല, മലയാറ്റൂർ രാമകൃഷ്ണൻ. എൻ്റെ ഒരുപക്ഷെ ടി പി ശാസ്ത്രമംഗലം എന്നുള്ള പേര് പോലും നിർദ്ദേശിച്ച മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ഞാൻ ജോലി കിട്ടുമ്പോൾ ഞാൻ അതിനു മുമ്പേ തന്നെ എഴുതി തുടങ്ങിയിരുന്നു. ടി പി രാജു എന്ന എൻ്റെ ഒറിജിനൽ പേരിലാണ് എഴുതി തുടങ്ങിയിരുന്നത്. അപ്പോൾ ജോലി കിട്ടുമ്പോൾ ആ പേരിൽ പിന്നെ എഴുതാൻ പറ്റില്ല, പെർമിഷൻ വേണം. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, എഴുതിയാൽ അപകടമാണ്, അത് മെമ്മോ കിട്ടും. ഓഫീസിൽ അറിയാമല്ലോ എൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പെർമിഷൻ എഴുതി കൊടുത്തിട്ട് പെർമിഷൻ തന്നില്ല, അനുമതി തന്നില്ല. ആദ്യം തിരുവനന്തപുരത്തെ ഞങ്ങളുടെ റീജിയണൽ ഓഫീസിൽ എഴുതി കൊടുത്തു, പിന്നെ സോണൽ ഓഫീസിൽ എഴുതി കൊടുത്തു. ഞാൻ ഫുഡ് കോർപ്പറേഷനിലാണ് ജോലി ചെയ്തിരുന്നത്. ഹെഡ് ഓഫീസിൽ എഴുതിയിട്ടും തന്നില്ല. അപ്പം മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിനെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരന്തരം പോകുമായിരുന്നു, കരമന വീട്ടിൽ. ഒരു ദിവസം ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറൊക്കെ യക്ഷിയും മറ്റേ നോവലും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, സാർ IAS കാരനുമാണ്, എന്നിട്ട് സാറിന് എങ്ങനെ പെർമിഷൻ കിട്ടി, എനിക്ക് പെർമിഷൻ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എടാ മണ്ട, നീ അതൊന്നും പേടിക്കണ്ട, നീ ഒരു കള്ളപ്പേര് വയ്ക്ക്, എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ശാസ്ത്രമംഗലത്ത്. നിൻ്റെ ഇനിഷ്യൽ TP എന്നല്ലേ? അപ്പോൾ TP ശാസ്ത്രമംഗലം എന്ന് വയ്ക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ആ പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ കള്ളപ്പേരിൽ എഴുതാൻ തുടങ്ങി. മാത്രമല്ല അദ്ദേഹം ഒരു പോംവഴിയും കൂടെ പറഞ്ഞു തന്നു. അന്ന് ഓംചേരി എന്ന് പറയുന്ന പ്രശസ്ത നാടകകൃത്ത് ഡൽഹിയിൽ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ AG-യുമായിട്ട് ഡെപ്യൂട്ടേഷനിലുണ്ട്. അവിടെ ഇതൊക്കെ നോക്കുന്നതിന്, പബ്ലിക് റിലേഷനൊക്കെ നോക്കുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിനൊരു സ്വകാര്യ കത്തയക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സ്വകാര്യ കത്തയക്കാൻ പറ്റില്ല, ത്രൂ പ്രോപ്പർ ചാനൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെമ്മോ തരും, ചാർജ് ഷീറ്റ് തരും, അത് ചിലപ്പം പിരിച്ചുവിടൽ വരെ ഉണ്ടാവുക. അപ്പോൾ അതൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു ശുദ്ധമായ മലയാളത്തിൽ അദ്ദേഹത്തിനൊരു കത്ത് സ്നേഹത്തോടു കൂടി അയക്കൂ, അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു. ഞാൻ ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറ് പറഞ്ഞ ആ ഒരു ധൈര്യത്തിൽ അദ്ദേഹത്തിന് വളരെ ഓഫീസ് അഡ്രസ്സ് അറിയാമല്ലോ, എനിക്ക് ഹെഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് അറിയാമല്ലോ, അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ കത്തയച്ചു. സത്യം പറഞ്ഞാൽ 1 മാസത്തിനകം എനിക്ക് പെർമിഷൻ കിട്ടി. അപ്പോൾ ഓംചേരി സാറാണ് അതിനെ സഹായിച്ചത്. ഞാനത് ഓംചേരി സാറ് തിരുവനന്തപുരത്ത് സാറിനെ വെച്ചും കൊണ്ട് സാറിൻ്റെ നാടകങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ച ചെയ്തപ്പം ഞാനും ഞാൻ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഞാനിത് പറഞ്ഞു. അപ്പോൾ സാറ് മറന്നുപോയി. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ അത് ഓർമ്മിച്ചിരിക്കില്ലല്ലോ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കുന്ന കാര്യമല്ല. അങ്ങനെയാണ് അതുണ്ടായത്. അമ്മാവൻ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അമ്മാവൻ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം, പ്രസംഗിക്കാൻ പോകുമ്പോൾ 20 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കരുത്, പരമാവധി 20 മിനിറ്റേ സംസാരിക്കുക. 20 മിനിറ്റ് ആകുമ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു പീക്ക് ടൈമിലെത്തും, അപ്പോൾ പെട്ടെന്ന് നിർത്തിക്കളയണം. അപ്പോൾ ആളുകൾക്ക് തോന്നും, നിർന്നു പോയോ, കുറഞ്ഞ് അവസാനിപ്പിച്ച് കളഞ്ഞല്ലോ, കുറഞ്ഞു പോയല്ലോ എന്ന് തോന്നും. അവിടെ നമ്മൾ വിജയിച്ചു എന്നാണ് അമ്മ. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരിക്കലും ഒരു പത്ര ഓഫീസിൽ പോയി പത്രാധിപരെ നേരിട്ട് കാണരുത്. ബൈ പോസ്റ്റോ ബൈ ഹാൻഡോ വേറെ ആളും മുഖാന്തരം കൊടുത്തയക്കേ ചെയ്യാവൂ. കാരണം അവിടെ പോയി കണ്ടാൽ നമ്മുടെ വില പോകും. അവരുടെ ആവശ്യം ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നത് അവരുടെ ആവശ്യമായി മാറണം. അപ്പോൾ അവരിങ്ങോട്ട് ആവശ്യപ്പെടും, ലേഖനം വേണം എന്നാവശ്യപ്പെടും. അപ്പോൾ അങ്ങനെ, പക്ഷേ അതൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ തുടക്കകാലത്ത് അമ്മാവന് സാധിക്കും, പക്ഷേ എൻ്റെ തുടക്കകാലത്ത് പലപ്പോഴും ജയചന്ദ്രൻ നായർ സാറും അതുമല്ല, അവരൊക്കെ നമ്മളോട് വളരെ നല്ല മൃദു സമീപനമായിരുന്നു. ജയചന്ദ്രൻ നായർ സാറായാലും NRS ബാബു സാറായിരുന്നാലും പുലർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയും അവരെ കാണാനൊക്കെ ഞാൻ ഓഫീസിൽ നിന്നൊക്കെ വൈകുന്നേരം പോയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു അമ്മാവൻ അങ്ങനെ ഒരു നിർദ്ദേശം തന്നിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയുമാണ്. അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി, ഞാൻ സാഹിത്യവാരഫലത്തിലായിരുന്നാലും അദ്ദേഹം എഴുതുന്നതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ, അതായത് അദ്ദേഹം പഠിപ്പിച്ച പുസ്തകങ്ങൾ എനിക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. ഞാൻ മലയാളം ഐച്ഛിക വിഷയമായി എടുത്തപ്പോൾ അദ്ദേഹം പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ, ഇപ്പോൾ വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ജരി അല്ലെങ്കിൽ വേറൊരു കൃതി, അപ്പോൾ ഇതൊക്കെ ചില പുസ്തകങ്ങൾ കിട്ടാതെ വരും, ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിട്ട് വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഗ്രന്ഥശേഖരത്തിൽ അതെല്ലാം ഉണ്ട്. അപ്പം വീട്ടിൽ ചെന്നാൽ ആ പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തപ്പിയെടുത്ത് തരും. പക്ഷേ ആ പുസ്തകം കയ്യിൽ കിട്ടുമ്പോഴാണ് അദ്ദേഹം ആരായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടി ഈ സൈഡിൽ ക്ലാസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുമാരനാശാൻ്റെ നളിനിയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നതെങ്കിൽ കുമാരനാശാൻ്റെ നളിനിക്ക് തുല്യമായ
അല്ലെങ്കിൽ നളിനിക്കൊപ്പം നിൽക്കുന്ന ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഒരു ഉന്നതനായ ഒരു കവിയുടെ വരികൾ, അല്ലെങ്കിൽ വേറൊരു ഭാഷയിലെ വരികൾ, ഇതൊക്കെ അദ്ദേഹം അതിനകത്ത് എഴുതി വയ്ക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു നോട്ട്സ് തയ്യാറാക്കി പരീക്ഷയ്ക്ക് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. മനസ്സിലായില്ലേ? നമ്മുടെ ജിജി തോംസൺ, ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസൺ പറഞ്ഞ ഒരിതുണ്ട്. അദ്ദേഹം എക്കണോമിക്സോ മറ്റോ ആയിരുന്നു ആർട്സ് കോളേജിൽ പഠിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. അന്ന് സെക്കൻഡ് ലാംഗ്വേജിന് അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അപ്പോൾ കൂടെ പഠിച്ചവരൊക്കെ, കൂടെ പഠിച്ച എം രാജീവ് കുമാർ, രാജ് പണിക്കർ, ഇങ്ങനെ ചിലരൊക്കെ ഉണ്ട്. അവർ ചെന്ന് ചോദിച്ചു, എങ്ങനെ അത് സാധിച്ചു എന്ന് ചോദിച്ചു. പക്ഷേ അത് കൃഷ്ണൻ നായർ സാറിൻ്റെ നോട്ടല്ലേ ഞാൻ എഴുതിയത്, പിന്നെ എങ്ങനെ എനിക്ക് ഇദ്ദേഹം വീട്ടിൽ ചെന്ന് അമ്മാവനെ കണ്ട് ഇതിൻ്റെ നോട്ട് എഴുതി വാങ്ങിച്ചു. അപ്പോൾ അമ്മാവൻ എഴുതി കൊടുത്ത നോട്ടാണ് അദ്ദേഹം പഠിച്ചിട്ട് അവിടെ എഴുതിയത് പരീക്ഷയ്ക്ക്. അതാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. അത് എൻ്റെ ഈ ബുക്കിനകത്തത് ഞാൻ പറയുന്നുണ്ട്, അല്ല ഞാൻ പറയണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അമ്മാവനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. എൻ്റെ കല്യാണ എഴുത്ത് വരെ, വിവാഹ എഴുത്ത് വരെ ഞാൻ മലയാളത്തിൽ തയ്യാറാക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ അമ്മാവനെ കൊണ്ടാണ് അത് എഴുതിച്ചത്. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, എൻ്റെ ഭാഷ അത്ര നല്ലതൊന്നുമല്ല എന്നുള്ള ഒരു മുഖവരയോടെയാണ്. പക്ഷേ എഴുതി തന്നപ്പോൾ എല്ലാം എഴുതി തന്നു, കത്തെഴുതി തന്നു. കത്ത് കൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അതിനകത്ത് ചില വാക്കുകൾ, ജവഹർ നഗറാണ് എൻ്റെ വൈഫിൻ്റെ വീട്, ജവഹർ നഗറിലേക്ക് പോകുന്നത്. അപ്പം അതിൽ ജവഹർ നഗർ എന്നുള്ള ജവാഹർ നഗർ എന്നാണ് എഴുതിയിരിക്കണം അമ്മാവൻ, ജവാഹർ ദീർഘം. അപ്പോൾ എനിക്ക് സംശയമായി, ഇത് ഏതാണ് ശരി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കത്തുമായിട്ട് പത്മന രാമേന്ദ്രൻ നായർ സാറിൻ്റെ അടുത്ത് പോയി. സാറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് അമ്മാവൻ ജവാഹർ നഗർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതാണ് ശരി, അങ്ങനെ വേണം പറയാൻ, നമ്മൾ പറഞ്ഞ് അതിനെ ലോപിപ്പിച്ചതാണ്, ജവാഹർ നഗർ എന്നാണ് പറയേണ്ടത്. ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ദീർഘം ചേർക്കും, ആവശ്യമുള്ളിടത്ത് ദീർഘം ഇല്ലാതാക്കും. ഇപ്പോൾ വായനാശീലം എന്നാണ് ആളുകൾ പറയുന്നത്, വായനാശീലം മതി. എന്നൊക്കെ പറഞ്ഞ ആദ്യാക്ഷരം എന്നാണ് നമ്മൾ എഴുതുക, പക്ഷേ ആദ്യാക്ഷരം മതി എന്നൊക്കെ പന്മന സാർ അന്ന് എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ അതിൽ നിന്നൊരു സത്യം കൂടെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത്. അതൊക്കെയാണ് അമ്മാവനുമായിട്ടുള്ള ഓർമ്മകൾ. JD സിംഫണി എന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് അധികകാലമായില്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ചാനൽ വിജയിക്കട്ടെ. ഇങ്ങനെയുള്ള പല ചാനലുകൾക്കും ഞാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. JD ചാനലിന് വേണ്ടിയും സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു അഭിമുഖം എടുത്തു എന്നതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചാനൽ ഒരു പക്ഷേ മലയാളത്തിൽ ഇത് മാത്രമായിരിക്കും. അതുതന്നെയാണ് ഈ JD ചാനലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത.